ഇന്ത്യ എന്ന ഈ രാജ്യത്തെ രക്ഷിച്ചത് മഹാത്മാഗാന്ധിയുടെ ഘാതകൻ നാഥുറാം ഗോഡ്സെയാണെന്ന് പ്രകീർത്തിക്കുന്ന ഒരു അധ്യാപിക, വാവിട്ട കോടാലി പോലെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന അരക്കഴഞ്ച് വെളിവില്ലാത്ത ഒരു വക്കീലിന്റെ ശുദ്ധ പോക്രിത്തരമായ FB പോസ്റ്റിന് കമന്റ് ഇടുന്ന NIT പ്രൊഫസർ. ഷൈജ ആണ്ടവനെതിരെ പോലീസ് കേസെടുത്തത് സ്വാതന്ത്ര്യ സമരം നടത്തിയതിനല്ല, IPC സെക്ഷൻ 153-ലാണ്, അതായത് കലാപമുണ്ടാക്കാനുള്ള പ്രകോപനത്തിന്. ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ തുടങ്ങിയില്ല. ഇതിനിടെ രജിസ്ട്രാറെ ഉൾപ്പെടെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ സീനിയോറിറ്റി ക്രമം പോലും അട്ടിമറിച്ച് ഷൈജ ആണ്ടവന് ഡീനായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു. അതും ക്യാമ്പസ് വികസനം അടക്കം ചുമതലയുള്ള പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായിട്ട്. അപ്പോൾ കയ്യിലെത്തുക ക്യാമ്പസിലെ കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം. യോഗ്യരായ എത്രയോ സീനിയർ പ്രൊഫസർമാരെ അടക്കം പരിഗണിക്കാതെ നടത്തുന്ന ഷൈജയുടെ നിയമനത്തിനെതിരെ ക്യാമ്പസ് കലാപ ഭൂമിയായിരിക്കുന്നു. സംഘപരിവാർ അനുകൂലികളാണ് അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രിക്കുന്നതെന്ന ആരോപണമുയർത്തി SFIയും KSUവും MSFും എല്ലാം പ്രതിഷേധ മുഖത്താണ്. ഈ പ്രതിഷേധം കൊണ്ട് മതിയാകുമോ? ഈ സ്ഥാനക്കയറ്റം നൽകുന്ന സന്ദേശം രാജ്യദ്രോഹമല്ലേ? അപ്പോൾ ഈ പ്രതിഷേധമെങ്കിലും ഇല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഓറഞ്ച് വൽക്കരണം അല്പമെങ്കിലും തടയാൻ ആർക്ക് കഴിയും? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനലിസ്റ്റിൽ ചേരുന്നു മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഷാഫി ചാലിയം, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് LG ലിജീഷ്, രാഷ്ട്രീയ നിരീക്ഷകരായ ഷാബു പ്രസാദ്, രാഹുൽ ഈശ്വർ, ഒപ്പം സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് MR അഭിലാഷ്. എല്ലാവർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഷാഫി ചാലിയത്തിലേക്ക്. ശ്രീ ഷാഫി ചാലിയം, ഡിവൈഎഫ്ഐ അടക്കം പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. മറ്റ് വിദ്യാഭ്യാസ സംഘടനകൾ, യുവജന സംഘടനകളെല്ലാം ഇപ്പോൾ NIT ക്യാമ്പസിലേക്ക് സമരവുമായി എത്തുന്നു. വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഈ ഒരു പ്രതിഷേധത്തിൽ നിന്നാൽ മതിയോ? യുവജന സംഘടനകളുടെ പ്രതിഷേധം 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ പോലീസും ഇടപെട്ട് ഒതുക്കി തീർക്കും. മുഖ്യധാരാ രാഷ്ട്രീയം പോലും, കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയം പോലും ഇടപെടണ്ടേ? ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സംഘീവൽക്കരണം എന്നുള്ളൊരു ആശങ്ക മിനിമം മുസ്ലിം ലീഗിനെങ്കിലും ഇല്ലേ? അതായത് കഴിഞ്ഞ 6-7 വർഷക്കാലമായി കേരളത്തിൽ എന്ത് വിദേശ പ്രസംഗവും പരാമർശങ്ങളും ടെസ്റ്റുകളും സോഷ്യൽ മീഡിയ വഴിയും ചാനൽ ചർച്ച വഴിയും പ്രസംഗ പീഡനങ്ങൾ ഉപയോഗിച്ചുമൊക്കെ കേരളത്തിൽ നിർമ്മാണം നടത്തുക. ഒരു നിയമവാഴ്ചയില്ലാത്ത ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുക. ഈ കേരളത്തിൽ തന്നെ ഇതൊക്കെ നടക്കും. കേരളത്തിന് പുറത്ത് സത്യത്തിൽ BJP ഭരിക്കുന്ന സ്റ്റേറ്റിൽ പോലും ഇത്ര ധൈര്യത്തോടു കൂടി വിദേശം വിളിച്ചു പറയാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലായത്. ഇവിടെ 2025 ജനുവരിയിലാണ് ഒരു അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന ഒരു തല്ലിപ്പൊളി വക്കീൽ എന്ന് തന്നെ പറയും, പാവപ്പെട്ട ഈ ഹിന്ദു ഭക്തരെ ഉപയോഗപ്പെടുത്തി പൗരാണികമായ 1000-2000 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രാവിശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടെന്നും അത് ഞാൻ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞ് ഹിന്ദു ഭക്തരെ ചൂഷണം ചെയ്ത് പണം പിടുങ്ങിയ അനേകം പരാതികൾ നേരിട്ടുള്ള ഒരു കള്ള വക്കീലാണ് ഈ കൃഷ്ണരാജ്. ഈ കൃഷ്ണരാജാണ് രാഷ്ട്രപിതാവിന് നേരെ വെടിവെച്ച ഗോഡ്സെ എന്ന ഒരു ഭീകരനെ രാഷ്ട്രം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ വ്യക്തിയെ, ആ വ്യക്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് പോസ്റ്റ്. സത്യത്തിൽ സ്വമേധയാ ഈ വക്കീലിനെതിരെ കേരള പോലീസ് കേസെടുക്കണം, അല്ലെങ്കിൽ ബാർ കൗൺസിൽ ഇദ്ദേഹത്തിന് നടപടി സ്വീകരിക്കുന്നു, ഒന്നുകൂടി സ്വീകരിച്ചു. വ്യക്തിപരമായിട്ട് അത് ഞാൻ ഇടപെടുന്നത് വ്യക്തിപരമായിട്ട് കൂടെ പറയാനുണ്ട്. മാധ്യമപ്രവർത്തകർക്കടക്കം, ഞാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കടക്കം വളരെ മോശമായ ഭാഷയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇടുന്ന കണ്ടന്റ് എന്താണെന്നുള്ള ബോധം പോലും NITയിലെ ഒരു പ്രൊഫസർക്ക് ഉണ്ടാകുന്നില്ലേ? ഈ തരത്തിൽ അല്ലെങ്കിൽ ഗോഡ്സെയെ പ്രകീർത്തിച്ച് കമന്റ് ഇടുന്ന ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ബോധം എന്നുള്ള ചോദ്യമായിരിക്കും റെലവന്റ് അല്ലാതെ ആയി പോകുന്നത്, അല്ലേ?
അതായത് നമ്മളെ നോർത്ത് ഇന്ത്യയും ഈ കേരളവും തമ്മിലുള്ള വ്യത്യാസം, അവിടെ എന്ത് പറഞ്ഞാലും വിദ്യാഭ്യാസമില്ലാത്ത വർഗീയവാദികളാണ്, ഇവിടെ വിദ്യാഭ്യാസമുള്ള വർഗീയവാദികളാണ്. വിദ്യാഭ്യാസമുള്ള തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത വർഗീയവാദിയെ ബോധവൽക്കരണത്തിലൂടെ മാറ്റിയെടുക്കാനും സാധിക്കും. പക്ഷേ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ വർഗീയവാദികളായി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന് കഷ്ടം? ഈ സ്ത്രീ, ഈ ആണ്ടവൻ എന്ന ഈ ഷൈജ ആണ്ടവൻ ഈ പോസ്റ്റിനെയാണ് പ്രകീർത്തിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പോസ്റ്റിനെ പ്രകീർത്തിച്ച് പോസ്റ്റ് ഇട്ട അന്ന് തന്നെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും, വിശേഷിച്ച് ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളെ ഈ വിഷയത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുക, ശക്തമായ മാർച്ചും പ്രതിഷേധവും കോളേജിലേക്ക് നടത്തും. SFI കൊടുത്ത പരാതിപ്പുറത്ത് MSF കൊടുത്ത പരാതിപ്പുറത്ത് കുന്നമംഗലം പോലീസ് കേസെടുത്തു. എന്തിനാ കേസെടുത്തത്? ചുമ്മാ 153 വിശേഷിച്ച് ഡിവൈഎഫ്ഐ അടക്കം കേൾക്കുന്നുണ്ട്. ശക്തമായ കുഴപ്പമുണ്ടോ? ഇല്ല, പറഞ്ഞ ഒരു ചെറിയ സാങ്കേതിക വിഷയം. ഞാൻ താങ്കളിലേക്ക് തന്നെ തിരികെ വരാം. ശ്രീ ഷാഫി ചാലിയം, മറ്റ് ഗസ്റ്റുകൾ കൂടി സൂമിൽ കണക്ട് ആവുന്നത് കൊണ്ടാണ് ആ ടെക്നിക്കൽ വിഷയം എന്ന് തോന്നി. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. താങ്കളിലേക്ക് തന്നെ വരാം. തൽക്കാലത്തേക്ക് ലിജീഷിലേക്ക് ഒന്ന് പോയ ശേഷം, ലിജീഷ്, ഇതിൽ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. അപ്പോഴും ഈ കേസ് എടുത്ത രീതിയാണ് ഇനി ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു എന്നുള്ള വലിയ പരാതിയൊക്കെ ഉണ്ട്. അന്വേഷണം കൃത്യമായി നടന്നിരുന്നെങ്കിൽ, കൃത്യമായ വകുപ്പൊക്കെ ചുമത്തിയിരുന്നില്ല, അതൊക്കെ ശ്രീ ഷാഫി ചാലിയം അതിലേക്ക് എത്തുമായിരിക്കും. ഇത് പ്രതിഷേധമില്ലാതെ തന്നെ ഇതിലൊക്കെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായേനെ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചില ലൂപ്പ് ഹോളൊക്കെ ഇട്ടുവെച്ചിരിക്കുന്നത് കേരള പോലീസാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ലേ? അല്ല, അങ്ങനെയല്ല അത് കാണേണ്ടത്. ഇതിനകത്ത് ഷൈജ ആണ്ടവൻ മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട് SFIയുടെ ഏരിയ സെക്രട്ടറി കൊടുത്ത പരാതിയിന്മേൽ കുന്നമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ ഭാഗമായി അവർ ജാമ്യത്തിലിറങ്ങുകയും ഇപ്പോൾ അത് കുറ്റപത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾച്ചേർത്തുകൊണ്ടാണ് കൊടുത്തത്. അതിന്റെ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചു. ഇനി കോടതി പ്രൊസീഡിംഗ്സിലേക്ക് ഈ കേസ് പോവുകയാണ്. ഇപ്പോ ഞാനൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി, കലാപാഹ്വാനം മാത്രമാണ്, ആ പ്രകോപനം മാത്രമാണ് ഉണ്ടാക്കിയത് എന്നാണോ SFIയും DYFIയും കരുതുന്നത് ഈ വിഷയത്തിനകത്ത്? അല്ല, ഞങ്ങൾ ആ രൂപത്തിലല്ല അതിനകത്ത് പരാതി കൊടുത്തിരുന്നു, ഇടപെട്ടിരുന്നതും. പക്ഷേ പോലീസ് സ്വാഭാവികമായും കേസെടുക്കുന്ന സമയത്ത് അതിന്റെ എല്ലാ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് കേസെടുത്തിട്ടുണ്ടാവുക. അത് സംബന്ധിച്ച് വ്യാപകമായി ഞങ്ങളിതൊരു പോലീസ് നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നത് മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. പോലീസ് കേസെടുക്കട്ടെ, അതിന്റെ വഴിക്ക് അന്വേഷണം നടക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ ആ വഴിക്ക് നീങ്ങട്ടെ. അതേസമയത്ത് പൊതുസമൂഹത്തിനകത്ത് ഇത് ശക്തമായ ക്യാമ്പയിൻ നടത്തുകയും ഇടപെടൽ നടത്തുകയും ഇതിനെതിരായുള്ള വലിയ വികാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളിപ്പോൾ ഇന്നലെയും മാർച്ച് നടത്തി. DYFI ഇന്നലെ വൈകിട്ട് തന്നെ NITയിലേക്ക് മാർച്ച് നടത്തി. ഞങ്ങൾ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ സൂചിപ്പിച്ചൊരു വിഷയമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന പ്രൊഫസർ എന്ന് പറയുന്നത് പ്രൊഫസർ ആണോ എന്നൊക്കെയുള്ളതിന് കാര്യമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ എങ്ങനെയാണ് പ്രൊഫസറാകാൻ കഴിയുന്നതെന്നാണ് ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഇവർക്ക് ഇതിലും വലിയ പൊസിഷൻ കിട്ടും. അന്ന് അവിടെ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഇവർ. സ്വാഭാവികമായി അതിൽ ഉയർന്ന പദവി ഇവരെ തേടിയെത്തും. കാരണം അവിടുത്തെ ഡയറക്ടറായാലും മുകളിലേക്കുള്ള BJP RSS സംവിധാനങ്ങളായാലും എല്ലാം അവർക്ക് ഇത്തരത്തിലുള്ള മതവിദ്വേഷവും മറ്റു കാര്യങ്ങളെല്ലാം പറയുന്ന സംവിധാനത്തെ എല്ലാം ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു അന്ന് ഇതിലും വലിയ പൊസിഷൻ വരാൻ പോകുന്നു. ഇന്നലെയും ഞങ്ങൾ അവിടെ മാർച്ച് നടത്തി പറഞ്ഞത് തന്നെയാണ്, ഇതിലും വലിയ പൊസിഷൻ ഇനി ഇവർക്ക് വരാനിരിക്കുന്നു. ഇനി ഇവർക്ക് സർവീസിൽ എത്ര വർഷം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിന്റെ സമയപരിധി കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇനി വൈസ് ചാൻസലറോ അതിന്റെ മുകളിലേക്കുള്ള പദവി ഉൾപ്പെടെ ഇവർക്ക് കൊടുക്കാൻ അവിടുത്തെ അധികാരികളായാലും മുകളിലേക്കുള്ള സംവിധാനങ്ങളായാലും എല്ലാം തയ്യാറ്. ഇപ്പൊ എല്ലായിടെയും കാണുന്നത് ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ തന്നെയാണ്. അപ്പൊ അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയർത്തുക, അതിനനുസരിച്ച് ജനങ്ങളെ അണിനിരത്തുക, മറ്റ് നിയമ സംവിധാനങ്ങൾ കൂടി ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചു. ഞാൻ നേരത്തെ ശ്രീ ഷാഫി ചാലിയം പറഞ്ഞു നിർത്തേണ്ട ബാക്കി, പരാതി കൊടുത്തത് SFIയുടെ ഏരിയ സെക്രട്ടറിയാണ്, ജാമ്യത്തിൽ ഇറങ്ങുന്നു, പോലീസ് ഇതെല്ലാം മാറ്റർ എല്ലാം പരിശോധിച്ചുകൊണ്ട് കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നു. പോലീസിന്റെ കാര്യങ്ങൾ പോലീസ് നടത്തട്ടെ, ഞങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു, സമൂഹത്തെ അണിനിരത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ വഴിയാണ് ഇതിന് ഏറ്റവും നല്ല പ്രതിഷേധം എന്ന് പറയുമ്പോൾ പോലീസ് ഈ വിഷയത്തിന് എടുത്ത നിലപാട് വലിയ അഭിപ്രായ
വ്യത്യാസമൊന്നും ഡിവൈഎഫ്ഐയുടെ നേതാവിനില്ല. ശ്രീ ഷാഫി ചാലിയം യോജിക്കുന്നു? ഞാൻ പറഞ്ഞത് ഈ SFIയും DYFIയും MSFും ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. MSF കൊടുത്ത കേസിന്റെ FIR എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അതിലൊക്കെ പറയുന്നത് ഈ സെക്ഷൻ 153 ആണ് എടുത്തിരിക്കുന്നത്. സത്യത്തിൽ എടുക്കേണ്ടത് എന്താണ്? എടുക്കേണ്ടത് രാജ്യദ്രോഹമാണ്. രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന കൊലയാളി, രാജ്യം ശിക്ഷിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹമാണ്. രാജ്യദ്രോഹത്തിനാണ് കേസെടുക്കേണ്ടത്. എന്തുകൊണ്ട് രാജ്യദ്രോഹത്തിന് കേസെടുത്തില്ല എന്ന ചോദ്യത്തിന് ഈ നാട് ഭരിക്കുന്നവർ, അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇവിടെ മറുപടി പറയണം. മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ, വളരെ അപകടകാരിയായ ഈ നാട്ടിലെ ഹിന്ദു ഭക്തരുടെ മുഴുവൻ പണം പറ്റിച്ചു കഴിഞ്ഞ തനി തള്ളിക്കുളിയായ ഒരു വർഗീയവാദി കൃഷ്ണരാജ എന്നൊരു മനുഷ്യൻ. ഈ മനുഷ്യനെതിരെ സ്വമേധയെ കേസെടുക്കുക. ഈ മനുഷ്യനാണ് പോസ്റ്റ് ഇട്ട കർത്താവ്. ഇയാൾക്കെതിരെ എന്താ കേസെടുക്കാത്തത്? ഇയാൾക്കെതിരെ ബാർ കൗൺസിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ഇനി മാത്രമല്ല, ഇങ്ങനെ ഒരു കേസ് പോലീസ് എടുത്താൽ തന്നെ ആ NIT എന്ന് പറഞ്ഞാൽ പഴയ നമ്മളെ REC ആണ്, രാജൻ ഒട്ടിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലം. ഈ NITയുടെ ഒരു PRO ഉണ്ട്. ഈ PRO ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യണം. ഡയറക്ടറാണ് MHRDക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ എന്തെല്ലാം നടന്നു, ഇതെല്ലാം HRD മന്ത്രാലയം അറിഞ്ഞിട്ടുണ്ടോ? ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തോ? PRO കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു കേന്ദ്ര ജീവനക്കാരിക്കെതിരെ ഇങ്ങനെ ഒരു കേസെടുത്താൽ ആ കേസെടുത്ത വിവരം പോലീസ് NIT അധികൃതരെ രേഖാമൂലമായി അറിയിച്ചോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് രാത്രി MSFന്റെ നൈറ്റ് മാർച്ചാണ്. അവിടേക്ക് ഡയറക്ടർക്ക് ഇന്ന് പറ്റീഷൻ നേരിട്ട് കൊടുക്കണം MSF. അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു ചട്ടമുണ്ട്, വളരെ കൃത്യമാണല്ലോ, സെൻട്രൽ സിവിൽ സർവീസ് കണ്ടക്ട് റൂൾസ് 1964. അതിന്റെ റൂൾസിലെ 9ഉം 3ഉം 9ഉം ഞാൻ അവരുടെ കിട്ടുന്നുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. വളരെ കൃത്യമായിട്ട് ദ ക്രിറ്റിസിസം ഓഫ് ഗവൺമെന്റ് എന്ന സെക്ഷൻ 9 എന്താ പറയുന്നത് നോക്കാം. ഇതൊക്കെ വലിയ കുറ്റമല്ലേ? അതുകൊണ്ടാണ് ജയറാം രമേശിന്റെ എക്സിലെ ഇന്നത്തെ കുറിപ്പ് ഇതോടൊപ്പം നിങ്ങളൊന്ന് ചേർത്ത് വായിക്കണം. പിന്നെ ഇതിനെതിരെ വരുന്ന പ്രതിഷേധ മാർച്ചുകൾ SFI നടത്തി, പിന്നെ അതുപോലെ MSF അന്ന് നടത്തി. പക്ഷെ ഇന്ന് KSU നടത്തിയ മാർച്ചിന് എത്ര മൃഗീയമായിട്ടാണ് പോലീസ് കൈകാര്യം ചെയ്തത്. അതും കൂടി അതിലെ ഡിസ്ക്രിമിനേഷൻ കൂടി ഒന്ന് കാണാതെ പോകരുത്. പട്ടിയെ തല്ലുന്ന പോലെ KSUവിന്റെ കുട്ടികളെ ഇന്ന് പോലീസ് വളഞ്ഞിട്ട് ആക്രമിച്ചത്. എന്നാലോ സമാധാനപരമായി DYFIക്ക് ഇസ്തിരി പോലെ അടങ്ങാതെ സമരം ചെയ്ത് മടങ്ങിപ്പോരാൻ സാധിച്ചു. അപ്പൊ ഇതിന്റെ ഇടയിൽ കുട്ടും കച്ചവടം അവിടെ നടക്കുന്നുണ്ട്. സമരം ചെയ്യുന്ന സംഘടന ഏതാന്ന് നോക്കിയാൽ പോലീസ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ അടിസ്ഥാനപരമായി കേരളത്തിലെ നിയമവാഴ്ചക്ക് പോലീസിന് പറ്റിയത് എന്താണ്? ഇത് DYFIന്റെ നേതാവ് ഇവിടെ സമ്മതിക്കണം. ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവൃത്തിക്ക് രാജ്യദ്രോഹ കേസെടുക്കണം. അതിന് പകരം കേവലം എന്താണ് ഒരു കലാപാഹ്വാനോ, അങ്ങനെ ഏതോ ഒരു ചുമ്മാ കലാപാഹ്വാനാണോ ഇവിടെ നടന്നത്? എവിടെയാണ് ഈ സ്ത്രീ ഇരിക്കുന്നത്? എത്ര അത്യുന്നതകളിലാണ് ഇരിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ സംഘീവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് ഏത് തരത്തിലുള്ള ആക്രമണം നടത്തുന്നതിന് മുമ്പ് ആദ്യം വിരൽ സ്വയം ചൂണ്ടണം DYFI. ഇന്ന് നടന്ന സമരത്തിന്റെ ദൃശ്യങ്ങളടക്കമുണ്ട്. ഷാഫി ചാലിയം വെറുതെ പറയുന്നതല്ല. ഇതിൽ പോലീസ് എടുത്ത നിലപാട്, DYFIയുടെ സമരം ഏത് തരത്തിലായിരുന്നു, KSUവിന്റെ സമരം വൈകുന്നേരമൊക്കെ എങ്ങനെയാണ് ആ സമരം നടന്നപ്പോൾ പോലീസ് അടി നടത്തിയത് എന്നുള്ളതൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇതിൽ എന്തിനാണ് പോലീസിന് രണ്ട് നയം? നിങ്ങൾ പ്രതിഷേധം നടത്തുക, പ്രതിഷേധം നടത്തിയെന്ന് വ്യാഖ്യാനിക്കുക, അതേ പ്രതിഷേധം നടത്തുന്ന മറ്റ് യുവജന സംഘടനകളെ ഇതേ കേരള പോലീസ് തല്ലിച്ചതയ്ക്കുക. ഇതേ പോലീസാണ് ഈ അന്വേഷണം വലിച്ചഴിച്ച് കൊണ്ടുപോയത്. അപ്പോൾ ഒന്നല്ല, പല ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു ഇരട്ടത്താപ്പുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് മാത്രമല്ല ആർക്കും ചോദിക്കാം. അല്ല, എന്നോടല്ലേ ചോദ്യം? അല്ല, ഇതിലിപ്പോ ചർച്ച ചെയ്ത് അവസാനം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ CPM-നെതിരെയും ഇടതുപക്ഷത്തിനെതിരായുള്ള ചർച്ചയാക്കി ഇത് മാറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴെങ്കിലും നിങ്ങളതിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അല്ല, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ? അല്ല, ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ ഏത് വിഷയം കിട്ടിയാലും അതിനകത്ത് എന്തെങ്കിലും ജനറലൈസ് ചെയ്ത് പറയില്ലേ ലിജീഷേ? ഈ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? ജനറലൈസ് ചെയ്ത് അല്ല, ഇതിനുള്ള ഉത്തരം പറയൂ. ജനറലൈസേഷൻ വേണ്ട. ഇതിനകത്ത് എല്ലാവർക്കും പറഞ്ഞോളൂ.
അല്ല അത് അഭിപ്രായമാകുമ്പോൾ അതല്ലേ ചർച്ച ചെയ്യേണ്ടത്. ആ ചർച്ചയിൽ നിന്ന് വഴുതി മാറി മറ്റൊരു തലത്തിലേക്കാണ് ഈ ചർച്ച നിങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പൊ ഷൈജാണ്ടവൻ എവിടെയുമില്ല, NIT എവിടെയില്ല, വർഗീയവൽക്കരണം എവിടെയില്ല, മറ്റു വിഷയങ്ങളൊന്നുമില്ല. ഇന്നത്തെ പോലീസ് ലാത്തിചാർജാണ് നിങ്ങളെ വിഷയം. പോലീസ് ഒരു വിഷയത്തെ സമീപിക്കുക എങ്ങനെയാണ്? ഒരു ക്രമസമാധാനത്തിന്റെ പാലനത്തിന്റെ വിഷയം. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞോളൂ. ക്രമസമാധാന പാലന വിഷയം വരുന്ന സമയത്ത് അവിടെ KSU ആയാലും MSF ആയാലും ഇനി DYFI ആവട്ടെ SFI ആവട്ടെ, ആര് സമരം ചെയ്ത് തെറ്റായ രീതിയിൽ ഇടപെടൽ നടത്തിയാൽ പോലീസിന് നോക്കി നിൽക്കാൻ കഴിയുമോ? നിങ്ങൾ എന്തായി പറയുന്നത്? പോലീസ് അതിനകത്ത് നിലപാട് സ്വീകരിക്കില്ലേ? പോലീസിനെതിരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ പോലീസിനെതിരെയാണോ ആക്രമണം നടത്തേണ്ടത്? ഈ വിഷയത്തിനകത്ത് ആക്രമണം നടത്തി കഴിഞ്ഞാൽ പോലീസ് ആ രൂപത്തിലുള്ള സമീപനം സ്വീകരിക്കില്ലേ? ഇത് KSUക്കാർക്ക് അറിയുന്നല്ലേ? ഈ KSU എന്തിനാണ് അവിടെ പോയി അടിവാങ്ങുന്നത്? പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇവര് മാർച്ച് നടത്തുന്നതിന് മുമ്പേ ഈ വിഷയമുണ്ടായി ഏറ്റവും ആദ്യം പ്രതികരണം ഉണ്ടാക്കി ഞങ്ങളാണ്. ആ പോലീസുമായി ഞങ്ങൾ ചെറിയ ഉന്തുന്നുണ്ടാക്കി. പക്ഷേ 2 ചോദ്യങ്ങൾ കൂടെ ചേർത്ത് ചോദിക്കാമല്ലോ. എന്തുകൊണ്ട് പോലീസ് രാജ്യദ്രോഹ കുറ്റമെടുത്തില്ല? എന്തുകൊണ്ട് പോലീസ് അന്വേഷണം ഇഴഞ്ഞു കൊണ്ടുപോയി? ഇത് നിങ്ങൾക്ക് പോലീസിനോട് കൂടെ ചോദിക്കാമല്ലോ, DYFIക്ക് ചോദിക്കാമല്ലോ. നിങ്ങൾ അത് ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾ നേരെ കേന്ദ്രത്തിലേക്ക് മാത്രമാണല്ലോ ചർച്ചയിൽ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെയല്ല. അതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പോലീസായാലും അത് ഏത് വകുപ്പ് സംവിധാനങ്ങളായാലും കേസെടുക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക. അതിനനുസരിച്ചുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ലിജീഷിൽ വരാം. ശ്രീ ഷാബു പ്രസാദും രാഹുൽ ഈശ്വരും ഉണ്ട്. അതിന് മുമ്പ് ഇതിന്റെ നിയമവശം ഒന്നും അറിയാൻ അഡ്വക്കേറ്റ് MR അഭിലാഷ് നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് MR അഭിലാഷ്, പോലീസ് ഇതിനകത്ത് ഏത് തരത്തിലാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ട ഒരു നടപടിക്രമം ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ അത് NITയുടെ PRO MHRDക്ക് അത് അറിയിക്കുകയാണ്. ആ തരത്തിലാണോ? NITയുടെ റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ചുള്ള സ്വാഭാവികമായിട്ട് പോലീസ് ഈ വിഷയം ഏത് തരത്തിലാണ്? ഇങ്ങനെ ഇതിപ്പോൾ ജാമ്യത്തിലാണ് അധ്യാപിക, ഇപ്പോഴും 153ൽ എടുത്തിരിക്കുന്ന കേസുമാണ്. സ്വാഭാവികമായിട്ടും അത് അത്രയ്ക്കും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണോ? അത് ആ തരത്തിലാണോ അഡ്രസ് ചെയ്യപ്പെടുക? പ്രോപ്പറായിട്ട് നിയമ നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇവിടെ 2 രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് അവർക്കെതിരെ നിയമപരമായിട്ട് സാധ്യമായിട്ടുള്ളത് അപർണ. ഒന്ന് എന്ന് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ ഈ സ്ഥാനക്കയറ്റം, അത് പ്രൊമോഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഈ സ്ഥാനക്കയറ്റത്തെ ഈ ക്രിമിനൽ കേസിന്റെ പെൻഡൻസി കൊണ്ട് അത് തടയാൻ കഴിയുമോ, അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം നിരാകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തേത്, അവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റലായിട്ട് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടിക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് സ്ഥാനക്കയറ്റം നിരസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയത്തിന്റെ മറുപടിയായിട്ട് ഇവിടെ നേരത്തെ ശ്രീ ഷാഫി ചാലിയം കറക്റ്റായിട്ട് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സെൻട്രൽ സിവിൽ സർവീസസ് കോണ്ടക്ട് റൂൾസ് എന്ന് പറയുന്ന ഒരു ചട്ടമുണ്ട്. അതിന്റെ 1964 ആ ചട്ടത്തിന്റെ നിരവധി വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് അവരുടെ ഈ സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനം വന്നിട്ടുള്ളത്. റൂൾ 3 മുതൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പബ്ലിക് സർവന്റ് ബിഹേവ് ചെയ്യേണ്ടത്, അതിനെല്ലാം വളരെ വിരുദ്ധമായിട്ട് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ തന്നെ അസാസിനേഷൻ, അദ്ദേഹത്തിന്റെ കുരുതിയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട്, മഹത്വവൽക്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നിയമത്തിനോ നിയമവ്യവസ്ഥയ്ക്കോ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അവർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു വകുപ്പ് തല അന്വേഷണം പുരോഗമിച്ച് അവർ അതിനകത്ത് കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊമോഷന്റെ സാധ്യത പരിഗണിക്കുമ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥരോളം അവർക്ക് സമത്വം കൽപ്പിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. കാരണം ഇങ്ങനൊരു അന്വേഷണത്തിൽ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള എൻക്വയറിയിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവരോടൊപ്പം പരിഗണിക്കപ്പെട്ട മറ്റു പേരുകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഇവരെ തഴയുവാൻ കഴിയുന്നതാണ്. ഇങ്ങനെ വകുപ്പ് തല ഒരു അന്വേഷണം അവർക്കെതിരെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ ഈ 64ലെ സെൻട്രൽ സിവിൽ സർവീസസ് കോണ്ടക്ട് റൂൾസ് NITകൾക്ക് ആപ്ലിക്കബിൾ ആണ് എന്നതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിമിനൽ കേസ് പെൻഡിങ് ആയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചാണ് അപർണ എന്നോട് ചോദിക്കുകയും ചെയ്തത്. ക്രിമിനൽ കേസ് പെൻഡിങ് FIR രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് ഒരാൾക്ക് സ്ഥാനക്കയറ്റം നിഷേധിക്കുവാൻ കഴിയില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ 1991 ജാനകിരാമൻ, KV ജാനകിരാമൻ എന്ന കേസിലെ 3-അംഗ ബെഞ്ചിന്റെ വിധി പ്രകാരം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ കേസിന്റെ പെൻഡൻസി വളരെ ഗൗരവകരമായി പരിഗണിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റം നിരസിക്കാൻ കഴിയുന്നതാണ്. ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് അവർക്കെതിരെ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് ചാർജ് ഷീറ്റ് ആണ് എന്നുള്ളതും ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ
വകുപ്പ് തല പ്രൊമോഷൻ പരിഗണിക്കപ്പെടുന്ന വേളയിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ കേസിന്റെ പെൻഡൻസി പരിഗണിച്ചുകൊണ്ട് അവർക്കെതിരെ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുന്നതാണ്. പക്ഷേ ഏത് തരത്തിലുള്ള തീരുമാനമാണ് എടുക്കപ്പെട്ടിട്ടുള്ളത്, എന്തൊക്കെയാണ് അവിടെ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊന്നും തന്നെ എനിക്ക് അറിവുള്ളതല്ല. അങ്ങേക്ക് അറിയുമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ എം ആർ അഭിലാഷ്, കൂടുതൽ ഒറ്റ കാര്യം, ഇത് നിയമപരമായിട്ടുള്ള ഇത് അഭിപ്രായം എൻ ഐ പറയാൻ എ കഴിയും. അറിയിക്കേണ്ടത് PRO ആണ്, ഇത് മുകളിലേക്ക് അറിയിക്കേണ്ടത്. അപ്പോൾ പോലീസാണോ ഇത് അറിയിക്കേണ്ടത്? ഇത് അറിയിച്ചാൽ മാത്രമാണല്ലോ ഇങ്ങനൊരു നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുക. അത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അതൊരു സ്വാഭാവിക പ്രക്രിയയായിട്ട് നടക്കുന്ന കാര്യമാണോ? പോലീസ് ഇത് അറിയിക്കുക, അതനുസരിച്ച് മുകളിലേക്ക് പോകുക എന്നുള്ളത്, കുറഞ്ഞ പക്ഷം പോലീസ് അറിയിക്കുക എന്നുള്ളത്? പോലീസ് ഇങ്ങനെ NIT അറിയിക്കണം എന്ന ഒരു വകുപ്പ് അസച്ചൊരിടത്തും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു പോലീസ് എൻക്വയറി വരുമ്പോൾ, ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഒരു ഉദ്യോഗസ്ഥയെ സംബന്ധിച്ച് ഒരു എൻക്വയറി വരുമ്പോൾ അതിനെ അറിയിക്കുക എന്നുള്ളത്, ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക എന്നുള്ളത് അത് ഒരു ഔപചാരികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. പക്ഷെ ഒരു ചട്ടം അങ്ങനെ നിഷ്കർഷിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനകത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുള്ള വിഷയം ഇനി പോലീസ് അറിയിച്ചില്ലെങ്കിൽ കൂടിയും NIT സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നതിനെ കുറിച്ച് അവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചാണ് ഈ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ അന്വേഷണത്തിന്റെ പുരോഗമനം എത്രത്തോളമാണ് എന്ന് അന്വേഷിക്കേണ്ടതായിട്ട് അവർക്കുണ്ട്. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അതൊരു പോസിറ്റീവ് ഫൈനൽ റിപ്പോർട്ടാണോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം NIT-യിലാണ് പ്രാഥമികമായിട്ട് നിക്ഷിപ്തമായിട്ടുള്ളത്. കാരണം അവരുടെ പ്രൊമോഷനെ സംബന്ധിച്ചിട്ടുള്ള, സ്ഥാനക്കയറ്റത്തെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് NIT ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടോ, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു ഘടകമേ അല്ല. സുപ്രീം കോടതിയുടെ ജാനകിരാമൻ കേസിലെ വിധി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടുള്ളത് NIT-യുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. റൈറ്റ്. ശ്രീ ഷാബു പ്രസാദ്, NIT ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. അതെ, അപ്പോൾ അതിൽ തർക്കമില്ല. ശ്രീ ഷാബു പ്രസാദ്, കുറ്റപത്രവും ചാർജ് ചെയ്തിരിക്കുന്നു. NIT-ക്ക് അറിയാത്ത കാര്യമല്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതല്ലാതെയും പരാതി ഇവർക്കെതിരെ നേരത്തെ വന്നിട്ടുണ്ട്. ഏതോ ഒരു വിദ്യാർത്ഥി ഷൈജയെ എതിർക്കുന്നവരുടെ കൈയും കാലും വെട്ടിയെടുക്കണം എന്ന തരത്തിലൊരു മെയിൽ അയക്കുന്നു. ഇത് ഈ അധ്യാപിക മറ്റെല്ലാവർക്കും ഫോർവേഡ് ചെയ്തു. അങ്ങനെ അകത്തും ഒരുപാട് പരാതികളുണ്ട്. ഇതൊന്നും പരിശോധിക്കാതെ ഇവർക്കൊരു സ്ഥാനക്കയറ്റം കൊടുക്കുമ്പോൾ ഈ തരത്തിലൊരു വിവാദമുണ്ടായ ആ വിവാദത്തിനുള്ള ഒരു റിവാർഡാണോ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അതൊരു പൊളിറ്റിക്സ് അതിനകത്തുണ്ടെങ്കിൽ പറഞ്ഞാലും അതൊരു അംഗീകരിക്കേണ്ട ഒരു പൊളിറ്റിക്സ് ആണ്. എന്ത് ന്യായമാണ് ആ അധ്യാപികയുടെ സ്ഥാനക്കയറ്റത്തിന് ഉള്ളത്? ഞാൻ ഇതിൻ്റെ അകത്തെ ഈ നിയമപരമായ നൂലാമാലകളെ പറ്റി എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അതിൻ്റെതായ നിയമവിദഗ്ധർ പറയട്ടെ. ഇപ്പം ഗോഡ്സെയെ പ്രകീർത്തിച്ചു എന്നത് ഇവിടെ ഈ നാട്ടിൽ നിയമപരമായി വലിയ കുറ്റമാണോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. ഇവിടെ ധാർമ്മികമായ ഒരു പ്രശ്നമുണ്ട്, ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ധാർമ്മികമായി അത് വളരെ വലിയൊരു കുറ്റം തന്നെയാണ് ധാർമ്മികമായി. അതിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല. അതുപോലെ ഇപ്പം എനിക്ക് വേറെ ചില കാര്യങ്ങളിവിടെ ചെറുതായിട്ട് ഓർമ്മിപ്പിക്കാനുണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം കോഴിക്കോട്ട് നടത്തിയ ഒരു വലിയ കോൺക്ലേവ് ഉണ്ടായിരുന്നു. ആ കോൺക്ലേവിലേക്ക് ഒരു അവരുടെ ഒരു പ്രമുഖ അതിഥിയെ ഇവിടെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി വലിയ ഗ്ലോറിഫൈ ചെയ്ത് പ്രസംഗിപ്പിച്ചു. വേറെ ആരുമല്ല, രാജീവ് ഗാന്ധി വധക്കേസിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് ജയിലിൽ കിടന്ന് 30 വർഷത്തോളം ജയിലിൽ കിടന്ന് ഇറങ്ങിയ പേരറിവാളനെയാണ് ഇവിടെ ഈ കേരളത്തിലേക്ക് മാലയിട്ട് ആനയിച്ച് സ്വീകരിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ നടന്നിരുന്ന 12 വോൾട്ടിന്റെ 2 ബാറ്ററി മേടിച്ചതാണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്ന രീതിയിൽ വരെ ഈ കേരളത്തിൽ വലിയൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു. അതായത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയെ പബ്ലിക്കായിട്ട് കൊന്ന കേസ്, കൊലയാളിയാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ കൺമുമ്പിൽ നടന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം. നിയമത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തെറ്റൊന്നും കാണാൻ കഴിയും. നിയമപരമായിട്ട് അതിൻ്റെ അകത്ത് തെറ്റില്ല. അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, അങ്ങനെ ഒരാൾക്ക് സ്വീകരണം കൊടുക്കാൻ പാടുണ്ടോ, അതിൻ്റെ അകത്ത് എന്താണ്, അതിൻ്റെ അകത്ത് അത് നൽകുന്ന നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതിനെപ്പറ്റി ഉള്ള കാര്യം. അതേപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ നടന്ന വലിയ വിവാദമായ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ആ പ്രതി കൊലയാളി കോടതി വിധിച്ചതാണ്. കൊലയാളിയായ കുഞ്ഞനന്തൻ മരിച്ചപ്പം അങ്ങേരുടെ ആ ശവം തിരുവനന്തപുരത്ത് നിന്ന് ആഘോഷപൂർവ്വം ഇവിടെ കേരളം മുഴുവനും കാണിച്ചുകൊണ്ട് നടന്ന് കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടു നടന്നതാണ്.
എന്താണ് അതിൻ്റെ അകത്ത് ഇതൊക്കെ നൽകുന്ന സന്ദേശം എന്താണ്? അല്ല ഇതും അതേപോലെ തന്നെ ഇവരും അല്ല എനിക്കത് മനസ്സിലാവുന്നില്ല ഷാബു പ്രസാദ്, ഇവരൊക്കെ ഗോഡ്സേക്ക് തുല്യമാണ് എന്നാണോ പറയുന്നത്? അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഈ കുറ്റകൃത്യങ്ങളെ, കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്യുന്നു അല്ല, എന്നുള്ളത്. എല്ലാ കൊലയാളികളെയും ഒരു തട്ടിലാണോ പെടുത്തുന്നത്? ഗോഡ്സെയെ താങ്കൾ പെടുത്തുന്നത്? കൊലയാളി തന്നെയാണ്. അല്ല, കൊലയാളികളെ പ്രകീർത്തിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാകുന്നില്ല എല്ലാ കാലത്തും, പക്ഷെ ഗോഡ്സെയെ പ്രകീർത്തിക്കുന്ന രാജ്യദ്രോഹ കുറ്റമാണ്. ഇതെല്ലാം കൂടെ ഒരു തട്ടിൽ എങ്ങനെയാണ് വെക്കുന്നത്? നിയമപരമായി അതിന്റെ നിയമവശമാണ് ഞാൻ പറഞ്ഞല്ലോ. ധാർമ്മികമായി അങ്ങനെ തന്നെയാണ്. ധാർമ്മികമായി ഈ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയെ എത്ര ക്രൂരമായിട്ട് പബ്ലിക്കിന്റെ ഇടയിലിട്ട് കൊന്നു കളഞ്ഞ ഒരു കൊലയാളിയെ മാലയിട്ട് ആനയിച്ച് സ്വീകരിക്കുന്നത് അത് ഇത്ര ലളിതമായിട്ട് അപർണയ്ക്ക് എങ്ങനെ കാണാൻ കഴിയും? അതും ഈ കേരളത്തില്. അല്ല, അതേപോലെ തന്നെ ആ തട്ടിൽ താങ്കൾ ഗോഡ്സെയെ പറയുമ്പോഴാണ് എനിക്ക് ഞെട്ടൽ ഉണ്ടാകുന്നത്. അത് താങ്കൾ ലാഘവത്തോടെ കാണുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരമായ ഒരു കുറ്റകൃത്യമായിരുന്നു മഹാത്മാഗാന്ധിയുടെ വധം എന്ന് പറയുന്നത്. അതേപോലെ ഈ ഗോഡ്സെയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള മനോരോഗികള് ഇഷ്ടം പോലെയുണ്ട് ഫേസ്ബുക്കിൽ. നിങ്ങൾ തുറന്നു നോക്കിയാൽ കാണാം. ഇവിടെ പലരെയും ബഹുമാനപ്പെട്ട ഷാഫി ചാലിയം പരാമർശിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ ഉണ്ട്. അവരെ ഒക്കെ പിടിക്കുന്നേ. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ നിയമപരമായ വശം, നിയമത്തിന്റെ ദൃഷ്ടിയിൽ ഇതിന്റെ അകത്ത് എത്രത്തോളം ആ കേസിന് ഗ്രാവിറ്റി ഉണ്ട്? ശരി, നമുക്കത് അതിന്റെ ധാർമ്മികമായിട്ട് എടുക്കാം. നമുക്ക് ആയിക്കോട്ടെ, ഞാനല്ലൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇതിന്റെ നിയമപരമായി, ഇതിന്റെ ധാർമ്മികമായി, NIT പ്രൊഫസറായാലും ശരി, ഒരു സാധാരണക്കാരനായാലും ശരി, കുറ്റകൃത്യം ഒന്ന് തന്നെയാണല്ലോ. ഒരേ കുറ്റകൃത്യം ചെയ്തവരാണല്ലോ. എന്താ ഞാനതല്ല പറഞ്ഞത്. ഒരേ കുറ്റകൃത്യമാണോ? ഇതിനകത്തൊരു ഒരു രാജ്യദ്രോഹ കുറ്റം, കലാപാഹ്വാനം, രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്ന ഒരു വിഷയം, അത് ഈ നേരത്തെ പറഞ്ഞ മറ്റു കൊലയാളികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. 1947 മുൻപ് നടന്ന കാര്യം, അന്നത്തെ ആ ചരിത്രമൊക്കെ തമസ്കരിച്ചുകൊണ്ട് ഷാബു പ്രസാദ് അങ്ങനെ പറയരുത്. ബാക്കിയെല്ലാം വിടൂ. എല്ലാ കൊലയാളികളെയും ഒരേ കടത്തിൽ പറയരുത്. മുൻ പ്രധാനമന്ത്രിയെ കൊന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമാണോ? അതൊരു രാജ്യത്തിൽ കലാപാഹ്വാനം നടത്തിയിട്ടായിരുന്നോ? ഒരു രാജ്യം രണ്ടായി മുറിച്ചുകൊണ്ടായിരുന്നോ? ഹിന്ദു മുസ്ലിം കൂട്ട സംഘർഷം ഉണ്ടാക്കി ആയിരങ്ങൾ, പതിനായിരങ്ങൾ ജീവൻ ഒടുങ്ങിയിട്ടായിരുന്നോ? രാജീവ് ഗാന്ധിയുടെ വധം കലാപാഹ്വാനമല്ല. ഈ രാജ്യം മുഴുവൻ കലാപം തന്നെയാണ് നടന്നത്. നിങ്ങൾ എന്തായി പറയുന്നത്? അത്ര ഞാനതാണ് പറഞ്ഞത്. ഈ കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്യുക. കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്യുന്നത് താങ്കളാണ്. താങ്കൾ പറയുന്നത് രാജീവ് ഗാന്ധി വധം പോലെയാണ്, മഹാത്മാഗാന്ധി വധം എന്നാണ്. അപർണ വിളിച്ചിരുത്തി അനാവശ്യം പറയരുത്. ഞാൻ എവിടെയാ ഗ്ലോറിഫൈ ചെയ്തത്? മോശമാണ് ഇത് കേട്ടോ. ഞാനാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത് താങ്കൾ പറയുമ്പോൾ അതെനിക്ക് തിരിച്ചു പറഞ്ഞുകൂടെ? ഞാനാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത് താങ്കൾ പറയുന്നത്. നിങ്ങളുടെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ചർച്ച കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു ഗസ്റ്റിനെ വിളിച്ചിരുത്തി ഇമാതിരി അനാവശ്യം പറയരുത്. ശ്രീ ഷാബു പ്രസാദ്, ഞാൻ പറയുന്നത് ഗ്ലോറിഫിക്കേഷൻ ആണെന്ന് താങ്കൾ പറഞ്ഞില്ലേ? ഏതെങ്കിലും കുറ്റവാളിയെ ഞാൻ ഗ്ലോറിഫൈ ചെയ്തു? ഞാൻ പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞില്ലേ? ഞാൻ ഗ്ലോറിഫൈ ചെയ്യാണെന്ന് താങ്കൾ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ പൊതുവെ നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഈ രാജ്യത്ത് പതിവാണ്. ഇവിടെ എത്രയോ, അതിന്റെ 2-3 ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നു, ധാർമ്മികമായി നോക്കുമ്പോൾ ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ധാർമ്മികമായി നോക്കുമ്പോൾ ഇത് വലിയ കുറ്റം തന്നെയാണ്, വലിയ കുറ്റകൃത്യം തന്നെയാണിത്. ഇവിടെ പോലീസ് എന്തെടുക്കുകയാണെന്നേ. ഇനി ശരി, നിങ്ങൾ പറയുന്നു ഇവിടെ NIT ചെയ്യുന്നത് ശരിയല്ല, അത് സംഘി സ്ഥാപനമാണ്, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് എന്ന്. ഇത് മഹത്തായ കേരളത്തിലല്ലേ ഇത് നടക്കുന്നത്? പിടിച്ചകത്തിട്. അതിന്റെ എല്ലാ വശങ്ങളും നോക്കി ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി പിടിച്ചകത്തിട്. എന്താ കഴിയില്ലേ? ഇതേപോലെ ഇങ്ങനെ ഈ ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലും ഗോഡ്സെ ഭക്തർ ഒരുപാടുണ്ട് ഇവിടെ ഈ കേരളത്തിലുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടെങ്കിൽ, അത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിയമത്തിൽ അതിന് എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം ഈ രാജ്യമല്ല, ഈ ലോകം കണ്ടതായ ഏറ്റവും വലിയൊരു കുറ്റകൃത്യമാണ് മഹാത്മാഗാന്ധി വധം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കുറ്റകൃത്യം. അവർ ചെയ്തത് ഒരു വ്യക്തിയെയല്ല ഇല്ലാതാക്കിയത്,
ഈ രാജ്യത്തിനോട് ചെയ്ത മഹാദ്രോഹമാണ്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഈ സ്ഥാനക്കയറ്റം നൽകിയത് അത് കേരള പോലീസോ കേരള സർക്കാരോ അല്ല. സ്ഥാനക്കയറ്റം നൽകിയത് NIT ആണ്. അത് മുകളിൽ നിന്ന് വന്ന തീരുമാനമാണ്. ഇതൊന്നും അറിയാത്ത സ്ഥാപനമല്ല NIT. അതിലൊരു രാഷ്ട്രീയമില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇവരെ തൂക്കിയെടുത്ത് അകത്തിട്ട് റിമാൻഡ് ചെയ്താൽ ഈ സ്ഥാനക്കയറ്റം കൊടുക്കാൻ പറ്റും. അതിന് സ്ഥാനം കൊടുക്കാൻ നിങ്ങളുടെ വാദങ്ങളൊക്കെ ഞാൻ ആര് കൊണ്ട് കേസ് കൊടുത്താലും FIR എടുക്കും. FIR എടുക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണത്. അവരെടുക്കും. ഈ FIR എങ്ങനെ ഈ നാട്ടില് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അനാഥ പ്രേതങ്ങളെ പോലെ ലക്ഷക്കണക്കിന് FIR ആർക്ക് വേണത്? ഇവരിപ്പോ അകത്ത് കിടന്നിരുന്നെങ്കിൽ ഇവർക്ക് സ്ഥാനക്കയറ്റം കിട്ടുമായിരുന്നു. നിങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ലേ, നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ലേ. അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല, റിമാൻഡ് ചെയ്താൽ മാത്രമല്ല. അത് വിട്. ഇല്ല, സംഘി ഭീകര ഫാസിസ്റ്റ് തേങ്ങാ മാങ്ങാക്കൊലയൊക്കെ ആണല്ലോ. അവരെ വിട്. അവരിൽ നിന്ന് നിങ്ങൾ ന്യായം പ്രതീക്ഷിക്കരുത്. പക്ഷെ നിങ്ങൾ വലിയ നീതിയുടെ അപ്പോസ്തലന്മാരല്ലേ. എവിടെ വായി നോക്കിയിരിക്കുക? എന്തൊരു കൊള്ള നിങ്ങൾ, പിന്നെ എന്തൊരു കൊള്ള നിങ്ങളെ കൊണ്ട്. ശരി, ആ ചോദ്യം ഞാൻ നേരത്തെ ലിജീഷിനോട് ചോദിച്ചാണ്. അതിലേക്ക് വരാം. രാഹുൽ ഈശ്വറിലേക്ക്. രാഹുൽ ഒരല്പം ക്ഷമിക്കണം, എന്നോട് ഞാൻ ലേറ്റായി എത്തിയതുകൊണ്ട്. രാഹുൽ, വിഷയം ഇതൊരു ധാർമ്മികതയുടെ വിഷയം മാത്രമാണോ? ഇതൊരു നിയമപരമായ വിഷയമല്ലേ? ഗോഡ്സെയെ പ്രകീർത്തിച്ചതിന് കേസെടുക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്ത NITയുടെ പ്രൊഫസർക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുന്നത് അത് നിയമപരമായിട്ട് തന്നെ അതിലൊരു ലംഘനമുണ്ടെന്ന് തോന്നുന്നതിൽ കാര്യമില്ലേ? കേരള പോലീസിന് ഇതിനകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അപർണാജി, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തീയ പ്രീച്ചറായിരുന്ന സ്റ്റാൻലി ജോൺസ് പറയുന്നത് യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതിന് ശേഷം ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ട്രാജഡിയാണ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം എന്നാണ്. ഓർക്കുക, ഇന്ത്യക്കാരനല്ല, നമുക്ക് വ്യക്തിപരമായ പരിചയമുള്ള ആളല്ല. സ്റ്റാൻലി ജോൺസ് എന്ന് പറയുന്ന ഏറ്റവും 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു ക്രിസ്തീയ അല്ലെങ്കിൽ ബൈബിൾ പ്രഘോഷകൻ പറയുന്നത് യേശുക്രിസ്തു മരിച്ചതിന് ശേഷം ലോകത്തെ ഏറ്റവും വലിയ ട്രാജഡിയാണ് മഹാത്മാഗാന്ധിയുടേതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഷൈജ ആണ്ടവനെതിരെ രാജ്യദ്രോഹം BNS 152 ചുമത്തിയായിരുന്നു കേസ് എടുക്കേണ്ടിയിരുന്നത്. ഇനി അത് എടുത്തില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഫൈറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഈ വിഷയത്തിൽ DYFIക്ക് അഭിവാദ്യം നേരുന്നു. SFI, KSU, MSF വളരെ ശക്തമായതിൽ ഇടപെട്ടു. അതോടൊപ്പം ABVPയിലെ യങ്സ്റ്റേഴ്സും ഇടപെട്ടു. ABVP കുട്ടികൾ ഗോഡ്സെയുടെ ചിത്രം കത്തിച്ചുകൊണ്ട് ഗോഡ്സെ രാജ്യദ്രോഹിയാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പരിപാടി നടത്തുകയും ചെയ്തു. ഈ വിഷയത്തിലെങ്കിലും നമുക്ക് സമവായം കണ്ടെത്തിക്കൂടെ? ABVPക്കാരാണെങ്കിലും SFIക്കാരാണെങ്കിലും DYFIക്കാരാണെങ്കിലും KSU ആണെങ്കിലും MSF ആണെങ്കിലും രാഷ്ട്രപിതാവാണെന്നും ഗോഡ്സെ ഒരു രാജ്യദ്രോഹിയും തീവ്രവാദിയും സർവോപരി വലിയൊരു മണ്ടനും കൂടിയായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഗോഡ്സെ യഥാർത്ഥത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മണ്ടന്മാരിൽ ഒന്നായിരുന്നു. തന്റെ സങ്കുചിതമായ രാഷ്ട്രീയം, ഇന്ത്യയുടെ വൈവിധ്യത്തെ മനസ്സിലാക്കാതെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കാതെ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ച ഈ ഗോഡ്സെയെ കുറിച്ച് സവർക്കർജി പോലും പറയുന്നത്, അതായത് വീര സവർക്കർ പോലും പറയുന്നത് ഫ്രാട്രിസൈഡ് ചെയ്തു എന്നാണ്. അല്ലെങ്കിൽ കുടുംബത്തിലെ കാരണവരെ, അച്ഛനെ കൊന്നു, ജ്യേഷ്ഠനെ കൊന്നു എന്നാണ് സവർക്കർ പോലും പറയുന്നത്. അതായത് ഗോഡ്സെ നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവിനെ, ഈ രാജ്യത്തിന്റെ അച്ഛനെ വധിച്ചു എന്നാണ് വീര സവർക്കർ പോലും സൂചിപ്പിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഗോഡ്സെ ഒരു മനോരോഗമാണ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ അജ്മൽ അമീർ കസബ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഗോഡ്സെ ഒരു തീവ്രവാദിയാണ്. അതൊരു ലഘൂകരിക്കലാണ് രാഹുലെ. അതിന്റെ പിറകിലുള്ള മുഴുവൻ രാഷ്ട്രീയവും റദ്ദാക്കി കളയുന്ന ലഘൂകരിക്കലാണ്. ഒരിക്കലുമല്ല, നേരെ തിരിച്ചാണ്. ഒരു വരി കൂടെ കേൾക്കുക. യഥാർത്ഥത്തിൽ ഗോഡ്സെ എന്ന് പറയുന്നത് പലപ്പോഴും ആൾക്കാർ ഇത് ഉപയോഗിക്കാറില്ല, പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ബ്രാഹ്മണിക്കൽ തീവ്രവാദിയാണ്. അതായത് ഞാൻ ജനിച്ച ബ്രാഹ്മണ സമുദായം എൻ്റെ വിശ്വാസത്തിൽ ഏറ്റവും പവിത്രമായ സമാജമാണ്. 99% ആൾക്കാരും അതിൽ മഹാത്മാഗാന്ധിയെ ഇഷ്ടപ്പെടുന്നതും ആദരിക്കുന്നവരും ആരാധിക്കുന്നവരുമാണ്. എന്നാൽ ഈ 1% തീവ്ര സവർണ, തീവ്ര ബ്രാഹ്മണിക്കൽ വാദികൾ ഈ രാജ്യത്തിന്റെ വൈവിധ്യം മനസ്സിലാക്കാതെ അവരുടേതായിട്ടുള്ള സങ്കുചിത താല്പര്യങ്ങൾ ഹിന്ദുക്കളുടെ പുറത്തും ഇന്ത്യയുടെ പുറത്തും അടിച്ചേൽപ്പിച്ച് അവരുടേതായ ഒരു ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കുന്നതിന്റെ ഭാഗമാണ് പലപ്പോഴും ഇത് ചെയ്യുന്നത്. ഗാന്ധിജിയെ ഗോഡ്സെക്ക് ഏറ്റവും വലിയ വെറുപ്പുണ്ടായിരുന്നതിന്റെ കാര്യം ഹിന്ദു
മുസ്ലിം ഐക്യം ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. ഇനിയും ഗോഡ്സെ സപ്പോർട്ടേഴ്സ് പലരും ഉണ്ടെന്ന് നമുക്കറിയാം. അവർ ഓർക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, ഗോഡ്സെ ഒരു ദിവസം പോലും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ജയിലിൽ കിടന്നിട്ടില്ല. ഗോഡ്സെ എന്ന് പറയുന്ന സോക്കോൾഡ് കപട രാജ്യസ്നേഹി ഒരു ദിവസം പോലും പോരാടിയിട്ടില്ല. 2, യഥാർത്ഥത്തിൽ പാർട്ടീഷൻ ചാമ്പ്യൻ ചെയ്ത ജിന്നെ അടക്കമുള്ളവർക്കെതിരെ ഗോഡ്സെ ഒരു കല്ല് പോലും വലിച്ചെറിഞ്ഞിട്ടില്ല. കല്ല് വലിച്ചെറിയണമെന്നല്ല, പക്ഷേ കല്ല് പോലും വലിച്ചെറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഗുണമുള്ള ഒരു കാര്യവും ഗോഡ്സെ ചെയ്തിട്ടില്ല. ഗോഡ്സെയെ കുറിച്ചൊക്കെ ഒരുപാട് മനഃശാസ്ത്ര പഠനങ്ങൾ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രാമചന്ദ്രൻ ആയിരുന്നു ഗോഡ്സെയുടെ ആദ്യ പേര്. പിന്നീടാണ് നാഥ്, അല്ലെങ്കിൽ മൂക്കില് ഈ കുണുക്കിടുന്നത് പോലെ നാഥ് ഇട്ട് റാം, അങ്ങനെയാണ് നാഥുറാം ആയത്. യഥാർത്ഥത്തിലെ രാമൻ ഗാന്ധിയുടെ രാമനാണ്, നാഥുറാം അല്ല എന്ന തിരിച്ചറിവ് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ട, എനിക്ക് തോന്നുന്നില്ല ഈ വിഷയത്തിൽ CPM-കാർക്കോ കോൺഗ്രസ്സുകാർക്കോ BJP-കാർക്കോ മറ്റൊരു അജണ്ടയുണ്ട്. RSSന്റെ കുറ്റമാണ്. അല്ല രാഹുൽ, ആ കാര്യം പറയുന്നുണ്ട്. 152 ആയിരുന്നു ചാർജ് ചെയ്യേണ്ടിയിരുന്നത്, അതായത് 153 അല്ല 152 ആണ് എന്ന് രാഹുൽ വിശ്വസിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലേ? അവർക്ക് 100%. അതായത് യഥാർത്ഥത്തിൽ ഗാന്ധിജി നമ്മുടെ ഒരു നാഷണൽ സിംബൽ തന്നെയാണ്. നമ്മുടെ ഭരണഘടനയുടെ ആദ്യ കൈയെഴുത്തു പ്രതിയിൽ സുഭാഷ് ചന്ദ്രബോസ് സല്യൂട്ട് ചെയ്തുകൊണ്ട് രാഷ്ട്രപിതാവെ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമെന്ന് പറയുന്നതിന്റെ കോപ്പി ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെയുണ്ട്. അതായത് ഭരണഘടനയുടെ ആദ്യ എഴുതപ്പെട്ട പ്രതിയിൽ രാഷ്ട്രപിതാവ് എന്ന ടൈറ്റിൽ തന്നെ മഹാത്മാഗാന്ധിക്കുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് കൊടുക്കുന്നത്. എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളും, മോദിജി പലതവണ ഫാദർ ഓഫ് ദി നേഷൻ എന്ന പ്രയോഗം തന്നെ ഉപയോഗിച്ച് ബാപ്പു എന്ന് അദ്ദേഹം ട്വീറ്റും മറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ രാഷ്ട്രപിതാവായി കാണുന്ന ആ വ്യക്തിയുടെ മഹത്വം മനസ്സിലാക്കാതെയും അദ്ദേഹത്തിനെ കൊന്ന ആളെ പ്രകീർത്തിച്ചതിനും തീർച്ചയായും രാജ്യദ്രോഹ കേസ് തന്നെയാണ് ഇടേണ്ടത്. പക്ഷേ അതോടൊപ്പം ഈ മിസ്ഗൈഡഡ് ആയി പോയവരെ അവരുടെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ കൊണ്ടുവരണം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലല്ല, എനിക്ക് അവരോട് യാതൊരു സിമ്പതിയില്ല, അങ്ങനെയല്ല. അതാണ് ഗാന്ധിയൻ സമീപനം. യഥാർത്ഥത്തിൽ ഗോഡ്സെയുടെ വധശിക്ഷ റദ്ദാക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഗാന്ധിയൻ സമീപനത്തിൽ നിൽക്കുന്ന ഒരാളല്ലോ രാഹുലെ. ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും, ഒറ്റ വരിയെ ഞാൻ എടുക്കൂ. ഗോഡ്സെ 1944 മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഗോഡ്സെ കത്തിയുമായി നടന്നെടുക്കുമ്പോൾ എല്ലാവരും ഗോഡ്സെയെ പിടിച്ചു മാറ്റുകയാണ്. മഹാത്മാഗാന്ധി ഗോഡ്സെയോട് അങ്ങോട്ട് അഭ്യർത്ഥിക്കുന്നത്, നീ എന്റെ കൂടെ 8 ദിവസം സേവാഗ്രാം ആശ്രമത്തിൽ വന്ന് താമസിക്കുക, നിനക്ക് എന്നോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാമെന്നാണ്. ഗാന്ധിജിയുടെ കൊലപാതകത്തിന് ശേഷവും ഗോഡ്സെക്ക് വധശിക്ഷ കൊടുക്കരുതെന്ന് ഗാന്ധിജിയുടെ മക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. സർദാർ പട്ടേലും ശ്രീ നെഹ്റുജിയും അത് കേട്ടില്ല, അത് മറ്റൊരു വിഷയം. അവിടെയും മരണത്തിൽ പോലും ഗാന്ധിജിയാണ് ജയിക്കുന്നത്. രാഹുൽ, ആ ഗാന്ധിയൻ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് NIT-യും അതിന് മുകളിലുള്ളവരും ക്ഷമിച്ച് ഈ NIT പ്രൊഫസറെ ഡീനാക്കിയത്. അതായത് മിസ്ഗൈഡ് പോയവരെ അങ്ങനെയാണ് രാഹുൽ കണക്കാക്കുന്നത്. അങ്ങനെയൊന്നും ആരും പറഞ്ഞില്ല. പകരം ഞാൻ ഗുജറാത്തിൽ പഠിച്ചിരുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഒരു ഗോഡ്സെ ഗ്രൂപ്പുകളുണ്ട്. ഞാൻ സ്ഥിരം അവരുടെ കൂടെ പോവായിരുന്നു. ഞാൻ അവരെ പറഞ്ഞു തിരുത്തുമായിരുന്നു. ഗോഡ്സെ ഒരു മണ്ടനും തീവ്രവാദിയും യൂസ്ലെസ്സുമാണ്. ഗാന്ധിജിയാണ് ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ള വ്യക്തി. ഈ തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിൽ ക്യാമ്പയിനിങ്ങിലൂടെ രാഹുൽ, ഒറ്റ ചോദ്യമാണ്. NIT കാണിച്ചിരിക്കുന്ന നിലപാട് അത് ഗാന്ധിയൻ സമീപനത്തോടു കൂടിയുള്ള ഇവരെ ഒരിക്കലും അല്ല. ആരെങ്കിലും അത് ചലഞ്ച് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലും അത് ചലഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ സമീപനത്തിൽ അവരുടെ റൂൾസ്, നേരത്തെ ശ്രീ അഭിലാഷ് അടക്കമുള്ളവർ, ശ്രീ ഷാഫി ചാലിയം സാർ അടക്കമുള്ളവർ പറഞ്ഞതുപോലെ ആരെങ്കിലും അത് ചലഞ്ച് ചെയ്യണം, അതിന് സംശയമൊന്നുമില്ല. യഥാർത്ഥത്തിൽ മറ്റൊരു ഇത് പറഞ്ഞതാണ്, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവരടക്കമുള്ളവരെ ഈ സാമൂഹിക അവബോധമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. അവരെ അടക്കം തിരുത്തണം. പക്ഷെ അതൊന്നും കൊണ്ടല്ല ഇവിടെ കൊടുത്തു എന്നൊന്നും ആരും പറഞ്ഞില്ല. ഗോഡ്സെ രാജ്യദ്രോഹിയാണ്, തീവ്രവാദിയാണ്, മണ്ടനാണ്. ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തി ഈ രാജ്യത്തിന്റെ ശാപമാണ്. ആ ഗോഡ്സെ വാദവും ഈ രാജ്യത്തിന്റെ ആത്മാവിന് ബാധിച്ച ക്യാൻസറാണ്. ഈ വിഷയത്തിലെങ്കിലും പൊളിറ്റിക്കൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഡീൻ കേരളത്തിലുള്ള ഒരു NIT-യുടെ ഡീനാകാൻ പാടുള്ളതാണോ? അവരവിടെ പ്രൊഫസറാകാൻ പാടുള്ളതാണോ? അതിന് ധാർമ്മികമായിട്ടുള്ള മിനിമം ധാർമ്മികമായിട്ടുള്ള ഒരു യോഗ്യത അവർക്കുണ്ടോ? പ്ലീസ് സ്പെസിഫിക് ആയിട്ട് രാഹുൽ. എന്നോടാണെങ്കിൽ 100% എന്നോടാണെങ്കിൽ 100% നാളെ ഒസാമ ബിൻ ലാദനെ ആരെങ്കിലും ന്യായീകരിക്കുന്നത് പോലെ തന്നെയാണ് ഗോഡ്സെ ന്യായീകരിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. തീവ്രവാദി മാത്രമാണ്. അതിശക്തമായ അതിനെതിരെ ആക്ഷൻ ഉണ്ടാകണം. എന്ത് ആക്ഷൻ ഉണ്ടാകണം നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ മറ്റും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഗോഡ്സെ എന്ന വിഷത്തെ, ഗോഡ്സെ എന്ന വിഷലിപ്തമായ തീവ്രവാദിയെ എക്സ്പോസ് ചെയ്യാനും ഗോഡ്സെ അല്ല മാതൃക എന്ന് പറയാനും അതോടൊപ്പം ടെക്നിക്കാലിറ്റീസ് കാണും. അത് നമുക്ക് ചോദിക്കാം. ശ്രീ ഷാഫി ചാലിയം, ഗാന്ധിയൻ സമീപനത്തിൽ
അതിലൂടെയൊക്കെ ഇവരെ തിരിച്ചു കൊണ്ടുവരേണ്ട എന്നൊരു ചോദ്യം രാഹുൽ ചോദിക്കുന്നു. അതിനുള്ള ഉത്തരവും പറയാം. പക്ഷെ അതിലേക്ക് പ്രധാനമായിട്ട് നേരത്തെ ശ്രീ ഷാബു പ്രസാദ് ചോദിച്ച ഒരു കാര്യമുണ്ട്. ഇതിനകത്തുള്ള ഒരു രാജ്യത്തിൽ നിയമപരമായിട്ട് ഇതിന് ഏത് തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ ലംഘനമാണ് സംഭവിക്കുന്നത്? പേരറിവാളനെ ആഘോഷിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞനന്തന്റെ സാംസ്കാരിക ഘോഷയാത്ര ഒക്കെ എടുക്കുന്ന സ്പേസ് ഒപ്പമല്ലേ ഇതും? അല്ലെങ്കിൽ ഇതെല്ലാം കൊലയാളികളല്ലേ, ഇതെല്ലാം ഒരേപോലെയുള്ള നടപടികൾ എടുക്കണ്ടേ എന്ന് പറയുന്നിടത്ത് ഒരു കമ്പാരിസൺ ഉണ്ടോ? അതിനോട് മുസ്ലിം ലീഗ് ഒരു വ്യക്തമായ ഒരു നിലപാട് കൂടി കൂട്ടത്തിലെടുത്ത് പോകണ്ടേ? ഇല്ല, ഇന്നത്തെ ഈ ചർച്ച എനിക്ക് നല്ല സന്തോഷവും നല്ല അഭിമാനം തോന്നുന്ന ഒരു ചർച്ചയാണ്. ഈ വിഷയത്തിൽ അവതാരികയും ഇതിൽ പങ്കെടുത്ത നാം എല്ലാവരും ഒരേ സ്റ്റാൻഡിലാണ്. ഇക്കാലം അത്രയും ഇങ്ങനെ ഒരു ഒരേ സ്റ്റാൻഡിൽ നമ്മൾ എല്ലാവരും നിന്ന ഒരു രംഗം ഇതിനു മുമ്പ് എനിക്കുണ്ടായിട്ടില്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുന്നു. കാരണം ഈ സ്ത്രീ നടത്തിയത് കൊടും കുറ്റമാണെന്നും രാജ്യദ്രോഹമാണെന്നും എല്ലാവരും തത്വത്തിൽ അംഗീകരിച്ചു. അംഗീകരിക്കാത്തവർ ഇവിടുത്തെ പോലീസാണ്. ചർച്ച അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ സർക്കാരാണ്. ഇവിടെ ഇങ്ങനെ ഇത്രയും ഗുരുതരമായി രാഷ്ട്രപിതാവ് ബാപ്പുജിയെ നിർദാക്ഷിണി വെടിവെച്ച് കൊന്ന ഒരു ക്രിമിനലിനെ ഇത്ര വാഴ്ത്തുന്നു എന്നൊരു വിവരം ഇവിടുത്തെ പോലീസിന് കിട്ടിയിട്ടും ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ സർക്കാർ ഇടപെടണം. സർക്കാർ കേന്ദ്രത്തിന് HRD ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രാലയത്തിന് കേന്ദ്രം പരാതിപ്പെട്ടോ? കേന്ദ്രത്തിന് കേരളം പരാതിപ്പെട്ടോ? ഇവിടെ 2 വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ട്, ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. ഒരു തുണ്ട് കടലാസിൽ ഒന്ന് എഴുതി വിട്ടൂടെ? ഇത്ര അക്ഷന്തവ്യമായ ഒരു കുറ്റമാണ് ഈ നാട്ടിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനത്തിന് കീഴിൽ HRD കീഴിൽ നടന്നത്. ഇവരെ വെച്ച് തോൽപ്പിക്കരുത്. ഈ സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥ വാഴരുത് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കത്തെങ്കിലും എഴുതാൻ പാടില്ല. ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഒന്ന് അവിടെ പറഞ്ഞൂടെ? ഇതിന് വലിയ ശമ്പളത്തിന് ഒരു കാലുമാറ്റക്കാരനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടല്ലോ. JV തോമസ് ഡൽഹിയിൽ. അയാളെ പണിയെന്താ? ഇന്ന് അയാളല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഇന്ന് അയാൾക്കൊന്ന് വിവരം കൊടുത്തത് എന്തെങ്കിലും ഇവിടെ ചെയ്തോ? ഇവിടെ പഠിക്കേണ്ടത് കേരളത്തിൽ എന്തും ആകാം. അതാണ് ഞാൻ തുടക്കത്തിലെ ചർച്ചയിൽ ഞാൻ ഈ പറഞ്ഞതാണ്. ഇവിടെ ആർക്കും എന്തും വിളിച്ചു പറയാറുണ്ട്. ഈ കേരളത്തിന് പുറത്തു പോയി പറഞ്ഞാൽ പേടിക്കണം. കർണാടകയിൽ നിന്നും തമിഴ്നാട് എന്ന് പറഞ്ഞ് തൂക്കിയെടുക്കേണ്ട അകത്തുണ്ട്. എന്നാൽ ഈ കേരളത്തിൽ നിന്ന് എന്തും ആവാം. ഈ ചർച്ചയിൽ എനിക്ക് ശ്രീ ഷാബു പ്രസാദ് ചോദിച്ച വലിയൊരു ചോദ്യം കേരളത്തിലെ മനസാക്ഷിയോടുള്ള ചോദ്യമാണ്. ഇത്ര ക്രൂരമായ കുറ്റമാണ് ചെയ്തത്. യെസ്, ഞാൻ സമ്മതിക്കുന്നു. എന്തുകൊണ്ട് തൂക്കിയെടുത്ത് അകത്തിട്ടില്ല? ആരാ ചോദിക്കുന്നത്? ഷാബു പ്രസാദാണ് അല്ലേ? ഒരു റൈറ്റ് വിങ്ങിന്റെ പക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പോലും ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള രാഷ്ട്രപിതാവിനെ കൊന്ന ഒരു കൊടും ക്രിമിനലിനെ ന്യായീകരിക്കുന്നവരെ എന്തുകൊണ്ട് തൂക്കിയെടുത്ത് അകത്തിടുന്നില്ല എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ആരതിന് മറുപടി പറയേണ്ടത്? ഈ സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റിൽ ഞാൻ പച്ചക്ക് പറയുന്നില്ല. ഈ സ്റ്റേറ്റിൽ 6-7 കൊല്ലമായി ഇവിടുത്തെ പോലീസിനെ ആരാ നിയന്ത്രിക്കുന്നത്? എന്തെല്ലാം വിദ്വേഷത്തിന് എന്താ കേസ്? ഇപ്പോഴും നോക്കൂ, ആ PC ജോർജ് അയാൾ ആശുപത്രിയിലാണ് അത്രേ. സാധാരണക്കാരനാണ്, അകത്ത് പോയി കിടക്കണം. പക്ഷെ 30 കൊല്ലം MLA ആയി എന്ന ഒരൊറ്റ കാരണത്താൽ അദ്ദേഹത്തിന്റെ ECGയുടെ വേരിയേഷൻ വെച്ച് കുത്തിരിക്കുക അവിടെ. എന്താ കാരണം? ഇതൊക്കെ ഒരു ഡീലാണ്. ഇതൊക്കെ മനുഷ്യന് തിരിയില്ലെന്ന് കരുതിയോളൂ. ഈ നാട്ടിൽ ആരാണ് പോലീസിനെയും സംവിധാനത്തിനെയും നിയന്ത്രിക്കുന്നത്? ഇവിടെ വിദ്വേഷം പറഞ്ഞവരാണ് ഏറ്റവും വലിയ VIP പരിഗണന. ഇവിടെ ആർക്കും എന്തു പറയാം. ഞാൻ 1-2 ചർച്ചയിൽ പറഞ്ഞു, മധ്യ കേരളത്തിൽ തൃശ്ശൂരിൽ വെച്ച് ഒരു ഹിന്ദു ഏകോപന സമിതിയുടെ ഒരു സമ്മേളനത്തിൽ ജാമിത എന്നൊരു സ്ത്രീ, ഹിന്ദു ഏകോപനത്തിൽ ഞാൻ ഈ രാഹുൽ ഈശ്വർ അദ്ദേഹം പല ക്ഷേത്രങ്ങളും പ്രഭാഷണം നടത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ പല ഹിന്ദു സമ്മേളനങ്ങളൊക്കെ സനാതന മൂല്യങ്ങളെ കുറിച്ച്, നമ്മുടെ സ്മൃതികളെ കുറിച്ച്, പാരമ്പര്യത്തെ കുറിച്ച് ഋഷിമാര്, മഹർഷിമാര്, സ്വാമിമാരും ഒക്കെ നല്ല പ്രസംഗങ്ങൾ നടത്തി കേൾക്കാറുണ്ട്. പക്ഷെ ഒരു ഹിന്ദു ഏകോപന സമിതി സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷക ജാമിത എന്ന ഒരു ഇസ്ലാം പെട്ട സ്ത്രീ, ആ സ്ത്രീ ഹിന്ദു മതത്തിൽ ചേർന്നിട്ടാണെങ്കിൽ അതൊരു സ്വീകരണമാക്കിയെങ്കിലും പരിഗണിക്കാം. പച്ചക്ക് 1.5 മണിക്കൂർ പ്രവാചകനെയും അവരുടെ കുടുംബത്തെയും പൂരത്തെറി പറഞ്ഞു. നുപുൽ ശർമ്മ 2.5 മിനിറ്റ് നേരം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതിന് പേരിലാണ് സുപ്രീം കോടതി രാജ്യവ്യാപകമായി കേസെടുക്കാൻ പറഞ്ഞത്. ഇവിടുത്തെ പോലീസ് മാസം കണ്ട പോലെ നോക്കിക്കുക. ആ തേക്കൻകാട് മൈതാനത്തിൽ വെച്ച് 1.5 മണിക്കൂറാണ് പ്രസംഗിച്ചത്. തീർച്ചയായിട്ടും ശ്രീ ലിജീഷ്, CPM-നെതിരെ ചർച്ച നയിക്കുന്നതോ ഈ ചർച്ച വഴിതിരിച്ചു വിടുന്നതോ അല്ല. ഈ സംസാരിക്കുന്ന ഷാഫി ചാലിയത്തിന്റെ പാർട്ടി മുസ്ലിം ലീഗ് അല്ല ഈ നാട് ഭരിക്കുന്നത്. ഷാബു പ്രസാദ് വിശ്വസിക്കുന്ന പാർട്ടിയല്ല ഈ നാട് ഭരിക്കുന്നത്. ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ് പ്രധാന കക്ഷി. നിങ്ങൾ അവരുടെ യുവജന സംഘടന കൂടിയാണ്. എന്താണ് കേരള പോലീസ് ചെയ്യുന്നത്? ഇവരെല്ലാം തൂക്കി അകത്തിട്ടൂടെ എന്നൊരു ചോദ്യമുണ്ട്.
രാജ്യദ്രോഹ കുറ്റമല്ലേ ചാർത്തേണ്ടത് എന്ന് രാഹുൽ ഈശ്വറും ഷാബു പ്രസാദും ചോദിക്കുന്നു. ഇതൊന്നും ചെയ്യുന്നില്ല അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. ഇത്തരം വാവിട്ട പ്രസ്താവനകൾ രാജ്യത്തിനെതിരെ രാജ്യദ്രോഹപരമായിട്ടൊക്കെ എത്രയോ നടത്തുന്നു, തൊടുന്നുണ്ടോ? പോലീസ് എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് പ്രതിനിധി എത്തുന്ന താങ്കളല്ലേ ഉത്തരം പറയാനുണ്ടാവുള്ളൂ. അല്ല, ഇതിനകത്ത് പോലീസിന് പരാതി വരികയും പോലീസ് നിയമപരമായ കാര്യങ്ങൾ അതിനനുസരിച്ച് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമുക്കിവിടെ ചാനൽ ചർച്ചയിൽ ഇന്ന് ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ വലിയ വാഗ്വാദം ഉയർത്താം. പക്ഷെ പോലീസിന് എല്ലപ്പോൾ നിയമപരമായ കാര്യങ്ങളിലൂടെ മാത്രമേ പോകാൻ കഴിയൂ. അത് അവർ വളരെ കൃത്യമായി പിന്നെ ഇവിടെ പി സി ജോർജ് ഞങ്ങൾ തമ്മിൽ ഡീലെന്നൊന്നും പറയല്ലേ. ഇവിടെ ഞാൻ പറയട്ടെ, പി സി ജോർജും അതുപോലുള്ള ഞങ്ങൾ തമ്മിൽ പിന്നെ നിങ്ങളാണോ പി സി ജോർജിനെതിരായിട്ടുള്ള നിലപാടെടുക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്? പിന്നെ നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ ആരോഗ്യത്തിന് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, ബി ജെ പി നിമിഷ നേരം കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇതെന്തുകൊണ്ട് സാധിച്ചില്ല? അല്ലല്ല നിങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് വെള്ളപൂശുകയാണല്ലോ. പി സി ജോർജിനൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങളല്ലേ? ഇതുപോലുള്ള എല്ലാതരം സംവിധാനങ്ങളും നിങ്ങളല്ലേ? അതുപോലെ പോയിട്ട് അവസാനം ഇവരുടെ വോട്ട് വാങ്ങിയിട്ടാണല്ലോ പാർലമെന്റ് ഇലക്ഷൻ നിങ്ങൾ നീങ്ങിയത്. എല്ലാതരം വർഗീയ സംഘടനകളുമായി കൂട്ടുകൂടിയിട്ടല്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പിനകത്ത് പ്രവർത്തിക്കുന്നത്? എന്നിട്ട് ഇവിടെ വന്ന് ചാനൽ ചർച്ചയിൽ വലിയ വർത്താനം പറയുകയാണ് എല്ലാ തീവ്രവാദികൾക്കും നിങ്ങൾ എതിരാണെന്ന്. നിങ്ങൾ ഏത് തീവ്രവാദി സംവിധാനത്തിനെതിരായത്? ഏത് തീവ്രവാദത്തിനെതിരാണ് നിങ്ങളെതിരെ? ഞാൻ ചോദിക്കാം, ഏത് തീവ്രവാദത്തിനാണ് നിങ്ങളെതിരെ? ഈ പറയുന്ന മുസ്ലിം തീവ്രവാദം കൊലപിടിച്ചു കിടക്കുന്ന SDPIയെയും അതുപോലുള്ള സംവിധാനങ്ങളെയും എല്ലാം കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ നേരിടുക, എന്നിട്ട് ഒന്ന് രണ്ട് സീറ്റ് രൂപത്തിൽ പ്രഭാഷണം നടത്തുക. ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഇതാണോ ചെയ്യേണ്ടത്? പോലീസിന്റെ പണിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ അധികാരത്തിൽ വന്ന സമയത്ത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പോലീസ് നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് അതിനകത്ത് വ്യക്തത വരുത്തി കൃത്യമായ നിലപാടെടുത്തുകൊണ്ടാണ് പോവുക. ആ രൂപത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണണ്ട പറഞ്ഞ, ഞാൻ പറയട്ടെ ഒരു കാര്യം കൂടി, ഇനി കമ്മ്യൂണിക്കേഷൻ പോയില്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കത്തെഴുതിയില്ല, അതൊന്നല്ല ഇതിന്റെ പരിഗണനാ വിഷയം, അല്ലെങ്കിൽ അതൊന്നല്ല ഇതിന്റെ പ്രൊസീജിയർ. ഒരു FIR ഇട്ട് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അവരുടെ സംവിധാനങ്ങളിലൂടെയാണ്. ആ സംവിധാനം അവർ ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തില്ലല്ലോ. അവർക്ക് പ്രമോഷൻ കിട്ടുന്നത് അതിലും കേരള പോലീസിനാണ് കുറ്റപ്പെടുത്തുന്നത്. അതിലും കേരള പോലീസാണ് ഉത്തരവാദി. ഒരക്ഷരം പറയുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട്? കേന്ദ്ര ഗവൺമെന്റ് NIT ഡയറക്ടർക്കെതിരെയോ അതുമായി ബന്ധപ്പെട്ട ആർക്കെതിരെയോ ഒരു അക്ഷരം നിങ്ങൾ പറയുന്നത്? ഒരക്ഷരം വേണ്ടിയിട്ടില്ല നിങ്ങള്, ഒരക്ഷരം വേണ്ടിയിട്ടില്ല നിങ്ങള്. എന്റെ മുകളിലേക്ക് എഴുതിയില്ല എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ഇവിടെ ചില ആളുകള് മുകളിലേക്ക് എഴുതുന്നതാണോ ഇതിന്റെ പ്രൊസീജിയർ? ഇത് കൃത്യമായി പ്രൊമോഷൻ വന്നു കഴിഞ്ഞു. അതായത് കുറ്റപത്ര സമർപ്പിച്ച കേസാണ്. അതിലേക്കൊന്നും ചർച്ചയില്ല. എന്നിട്ട് വേറെ കുറെ കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു നിങ്ങൾ? പാർലമെന്റിൽ ഇത്ര വലിയൊരു സംഭവം നടന്നിട്ട് പാർലമെന്റിൽ ഒരു അക്ഷരം മിണ്ടിയോ? മുസ്ലിം ലീഗിന്റെ എംപിമാരുണ്ടല്ലോ, കോൺഗ്രസിന്റെ എംപിമാരുണ്ടല്ലോ, CPM എംപിമാരുണ്ടല്ലോ. ഷാബു പ്രസാദത്തിന്റെ വിമർശനത്തിനെ ഞാൻ മുഖമുഖിക്കെടുക്കുന്നു. ഞങ്ങളെ MP-മാരടക്കമുള്ളവർ പ്രതികരിക്കേണ്ടിയിരുന്നു. അത് പോരായ്മയാണ്. മിണ്ടിട്ടില്ല, ഒരക്ഷരം മിണ്ടിട്ടില്ല. ഈ ചാനൽ ഇപ്പോഴും പാർലമെന്റ് നടക്കുകയാണ്. ഷാഫി ചാലിയം, പാർലമെന്റ് ഇപ്പോഴും നടക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. ഞാനത് അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇതൊരു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അംഗീകരിക്കുന്നു, മറ്റ് സംഘടനകളുടെ പ്രതിഷേധം അംഗീകരിക്കുന്നു. നമുക്ക് ഈ വിഷയം പ്രതിഷേധത്തിൽ തീരാൻ പറ്റില്ല. നമ്മൾ ഈ തരത്തിലേക്ക് ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നതുകൊണ്ടല്ലേ? അത് ഡിവൈഎഫ്ഐക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാമല്ലോ. അതിനകത്ത് വിഷയമല്ല, അതിനകത്ത് എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഏതെല്ലാം മേഖലയിലാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ആ മേഖലകൾക്കകത്തെല്ലാം വരും ദിവസങ്ങൾക്കകത്ത് ഇടപെടൽ നടത്തണം. അതിലൊന്നും സംശയമില്ല. ഇത്രയും നാളെ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു മിസ്റ്റർ? ഇത്രയും നാളെ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? അല്ല, ഷാബു പ്രസാദ്, ഞാനൊന്ന് പറയട്ടെ. അതായത് ഗവൺമെന്റിന്, സർക്കാർ മിഷനറിക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാം. ഞങ്ങൾക്ക് ഇത് അറിയുന്നത് ഇപ്പോഴാണ്. അതാണ് പഠിക്കേണ്ടത്. ഇതൊക്കെ പോലീസിന്റെ പബ്ലിക് ഡൊമൈനിൽ എത്രയോ നാളായിട്ടുള്ളതാണ്. പബ്ലിക് ഡൊമൈനിലുള്ള ഈ ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിവിടെ കൺമുമ്പിലുള്ള വിഷയമാണിത്. എത്ര നാളായിട്ട് ഇതിന്റെ അറിയില്ല എന്ന് പറയാം. അല്ല, അങ്ങനെയല്ല പറയുന്നത്. ഇത് പബ്ലിക് അറിയുന്നത് എപ്പോഴാണ്? ഇവരെ ഇതുവരെ കുറ്റപത്രം കൊടുത്തിട്ടില്ല ആയിരുന്നു നമ്മൾ അറിയുന്നത്. നമ്മളത് വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു. ഇപ്പൊ കുറ്റപത്രം കൊടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇവിടെ CPM-ന്റെ DYFന്റെ പ്രതിനിധി പറയുമ്പോഴാണ് ഞങ്ങളത് അറിയുന്നത്. തീർച്ചയായും ഇവർക്ക് ഈ സ്ഥാനക്കയറ്റം കൂടി കൊടുക്കുന്നു എന്ന് അറിയുമ്പോഴാണ് ഈ വിഷയം നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. തീർച്ചയായും പാർലമെന്റിലടക്കം ഞങ്ങളെ MP-മാരെ ഉന്നയിക്കും.
ഓക്കെ. യാതൊരു സംശയവും വേണ്ട. കാരണം ചില വിമർശനങ്ങളെ വെറുതെ നിശ്ചിതമായി തള്ളിക്കളയാതെ അതിനെ എടുക്കേണ്ട സാരാംശങ്ങളെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ നിലക്കാണ് ഞങ്ങളെ MP-മാർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പോരായ്മയായി തന്നെയാണെന്ന് ഞാൻ കണക്കാക്കുന്നത്. ഈ സഗൗരവം ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങളുടെ MP-മാർ പ്രത്യേകിച്ച് ഇതിൽ ഇടപെടുന്നത് തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമായ മുസ്ലിം ലീഗ് ഈ വിഷയം പാർലമെന്റിൽ മുസ്ലിം ലീഗ് MP-മാർ ഉന്നയിക്കും, അതിനുള്ള നീക്കം നടത്തുമെന്ന് ഷാഫി ചാലിയം പറഞ്ഞിരിക്കുന്നു. അത് വളരെ നല്ല കാര്യം. ശ്രീ എം ആർ അഭിലാഷ് ഒരു അറസ്റ്റിലേക്കൊക്കെ പൊക്കൂടെ? ഇത് വളരെ പെട്ടെന്ന് എടുക്കാവുന്ന നിയമ നടപടിയാണോ എന്നൊരു ചോദ്യമുണ്ട്. നിയമവിരുദ്ധമായ കാര്യം ചെയ്യുമ്പോഴും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്ന സമയത്തൊക്കെ എനിക്ക് സംശയമുണ്ട് അതിന്റെ നിയമകാര്യത്തിൽ. ശ്രീ എം ആർ അഭിലാഷ് പറയട്ടെ, ഇതിനൊരു നിയമ നടപടിക്രമങ്ങൾ ആ തരത്തിലാണോ? ഞാൻ ആ നിയമമാണ് ചോദിക്കുന്നത്. ശ്രീ എം ആർ അഭിലാഷ്, ഈ പറയുന്ന ആവശ്യത്തിൽ പറയുന്നതിനപ്പുറത്തേക്ക് ചർച്ച വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് അപർണ. ഇതിനകത്ത് അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ആരും സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ, ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യല്ലേ ഈ ചർച്ചയിൽ. ഇതിനകത്ത് അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒഫൻസ് ആണ് ഇപ്പോ 153 ഇട്ടിരിക്കുന്നത്. അപ്പോ അത് ബെയിലബിൾ അല്ല, കോടതി വഴി മാത്രമേ ബെയിൽ എടുക്കാൻ കഴിയൂ. അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിനു മുമ്പേ അവരെ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. നാം ഇവിടെ ഫോക്കസ് പ്രൈമറിലി ചെയ്യേണ്ടത് ഈ ഒരു വേളയിൽ അവർ ഈ ഒരു പദവിയിൽ എത്രത്തോളം ഇരിക്കാൻ അർഹയാണ്, അവർക്കെതിരെ വകുപ്പ് തല നടപടി വേണമോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ ഡീൻ എന്ന് പറയുന്നത് വളരെ പ്രാമുഖ്യമുള്ള ഒരു പദവിയാണ്. അക്കാഡമിക് കലണ്ടർ ഫൈനലൈസ് ചെയ്യുക, സ്റ്റുഡൻസിനെ അഡ്വൈസ് ചെയ്യുക, അഡ്മിഷനും എൻറോൾമെന്റും മേൽനോട്ടം കൊടുക്കുക, അക്കാഡമിക് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫാക്കൽറ്റിയെ ഹയർ ചെയ്യുന്നത് അപ്രൂവ് ചെയ്യുക, അക്കാഡമിക് പോളിസീസ് തീരുമാനിക്കുക. വളരെ പ്രബലമായ ഒരു പദവിയിലേക്ക് ഇങ്ങനെ ഒരു ക്രിമിനൽ കേസിൽ ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട ഈ ഒഫൻസിന്റെ പ്രത്യേകതകളൊക്കെ വെച്ച് അങ്ങനെ ഒരു വ്യക്തി അവർ ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യയാണോ, അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് നിയമപരമായി നിലനിൽക്കുമോ, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു എന്നത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ അവരെ അറസ്റ്റ് ചെയ്യാമായിരുന്നു, അറസ്റ്റ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതായിരുന്നു. അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയത് കൊണ്ടായിരിക്കും അറസ്റ്റ് ചെയ്യപ്പെടാൻ കഴിയാതെ പോയത്. പിന്നെ എന്തുകൊണ്ട് രാജ്യദ്രോഹം രജിസ്റ്റർ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അത് നിലനിൽക്കില്ല. പറഞ്ഞ ഇപ്പോ IPC പ്രകാരം 124 സെഡിഷൻ, നമുക്കൊരാളെ ഇഷ്ടമല്ല എന്നതുകൊണ്ട് അവരെ മർഡർ കേസിൽ അവർക്ക് ചാർജ് ചെയ്യാൻ, അവരെ കേസ് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഈ സർക്കാർ ഇട്ടിരിക്കുന്നത് 153 ആണെങ്കിലും 153A ആണെങ്കിലും, A ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അതിനൊരു സ്ട്രിഞ്ചന്റ് ആകുമായിരുന്നു. സർക്കാർ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് ഒരു വീഴ്ചയാണ്. പക്ഷെ സെഡിഷൻ എങ്ങനെയാ ചാർജ് ചെയ്യാൻ ഒക്കുന്നത്? സെഡിഷൻ പ്രൊവിഷൻ BNS ആണ് ശ്രീ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടിയത്. ഇവർ ഒഫൻസ് ചെയ്തപ്പോൾ IPC ആയിരുന്നു. 124A അവിടെ നിലനിൽക്കില്ല. അപ്പൊ അവരെ എന്തുകൊണ്ട് ആ രാജ്യദ്രോഹത്തിന് അത് നിലനിൽക്കില്ല. BNS ആയിരുന്നെങ്കിൽ പറ്റുമായിരുന്നു, ഇപ്പോഴായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെയാണോ ശ്രീ എം ആർ അഭിലാഷ്? അല്ല, ഇപ്പോഴാണെങ്കിലും ഒക്കില്ല. 124A സെഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രൂപമാറ്റം സംഭവിക്കുക മാത്രമാണ് BNSൽ സംഭവിക്കുന്നത്. ഇത് നടന്നിരിക്കുന്നത് ഈ സർക്കാരിനെതിരെ അവരൊരു യുദ്ധപ്രഖ്യാപനം അല്ല നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഹ്വാനമല്ല. നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ അവരെ ഡിനൗൺസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ ആത്മാവാണ് മഹാത്മാഗാന്ധി എന്നുള്ളത്. ആ ഗാന്ധിവധത്തെ ഉദ്ഘോഷിക്കുന്നതോ അതിനെ പ്രൈസ് ചെയ്യുന്നതോ ആയിട്ടുള്ളത് ഒരു സർക്കാർ ജീവനക്കാരി ചെയ്യുമ്പോൾ അവർ വളരെ ഗൗരവകരമായിട്ട് ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിങ്സിലേക്ക് നയിക്കേണ്ടതായിട്ടുള്ളതാണ്. പിന്നെ അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മൂലം രാജ്യത്ത് റയറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളിലും അവരുടെ ഹൃദയത്തിലേറ്റി നിൽക്കുന്ന അവർക്കൊരു അതുപോലൊരു വികാരമാണ്. അപ്പൊ ഈ 153 ആണെങ്കിലും 153A ആണെങ്കിലും അതൊക്കെ തന്നെ അട്രാക്ട് ചെയ്യപ്പെടാവുന്ന ഒരു ഒഫൻസ് ആയിരുന്നു. 153 മാത്രമാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. പക്ഷെ 124A അവിടെ ഒരു തരത്തിലും അവിടെ നിലനിൽക്കുന്നതായിട്ടുള്ളതല്ല. പിന്നെ ഇവിടെ ശ്രീ ഷാബു പ്രസാദ് പേരറിവാളനെ കുറിച്ച് പറഞ്ഞ ഒരു വിഷയമുണ്ട്. അത് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി വരെ ഗിൽറ്റ് അഫേം ചെയ്ത ഒരു വ്യക്തിയാണ് പേരറിവാളൻ. അദ്ദേഹത്തിന്റെ റെമിഷനെ സംബന്ധിച്ച് ഗവർണർ തീരുമാനമെടുക്കുന്നതിൽ വൈകി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് വിടുതൽ കൊടുത്തത്. പക്ഷെ അദ്ദേഹം ഇന്നസെന്റ് ആണെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. എല്ലാ കോടതികളും ഗിൽറ്റ് അഫേം ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തും ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടു. അത് നിർഭാഗ്യകരമാണ്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നടപടി എടുക്കേണ്ടതായിട്ടുള്ളത് അവർക്കെതിരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അവർക്കെതിരെ ആഭ്യന്തര അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ആഭ്യന്തര അന്വേഷണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റക്കാരിയായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അങ്ങനെ ഇത് സോഷ്യൽ മീഡിയയിൽ എക്സ്പ്രസ് ചെയ്ത ഒരു അഭിപ്രായം ആയതുകൊണ്ട് എവിഡൻസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിംഗ്സിൽ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുവാനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രകടമായിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ അവരെ ഡീനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന തീരുമാനം എടുത്തതിലെന്നുള്ളത് പരിശോധിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഈ ഒരു അപ്പോയിന്റ്മെന്റിനെ ചലഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് അവരെ തൂക്കിക്കൊന്നില്ലല്ലോ എന്നുള്ളതല്ല, എന്തുകൊണ്ട് അവർ ഈ പദവിയിൽ അവരിയ്ക്കുന്നതിനെ നിയമപരമായിട്ട് ചലഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്, എങ്ങനെ അത് സംബന്ധിച്ച് മുൻപോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, രാഹുൽ, അതിന് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരും ഒരേ അഭിപ്രായമാണ് പറയുന്നെങ്കിൽ എല്ലാ കാലത്തും ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരു അഭിപ്രായം ഉണ്ടാകുമോ എന്നുള്ളത് കൂടി ഒരു ആശങ്കയുണ്ട്. പക്ഷെ തൽക്കാലം എല്ലാവരും ഒരു അഭിപ്രായമാണല്ലോ. ഒരു കാര്യം എടുത്തു പറയണം, ശ്രീ ഷാഫി ചാലിയം പറഞ്ഞതുപോലെ ശ്രീ ഷാബു പ്രസാദ് തികച്ചും മറ്റൊരു രാഷ്ട്രീയ ധാരയിൽ നിൽക്കുന്ന വ്യക്തിയാണ്, ശ്രീ ഷാഫി ചാലിയം മറ്റൊരു ധാരയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ശ്രീ ഷാബു പ്രസാദിന്റെ വിമർശനം പബ്ലിക്കലി അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നന്മയാണ്, വളരെ കാമ്പുള്ള വിമർശനമാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങളുടെ എംപിമാർ പറയുമെന്ന് പറയുന്നത് നമ്മുടെ ചർച്ചകളിലെ പോസിറ്റിവിറ്റിയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഗാന്ധിജി ഒഴിച്ച് വേറെ ഒരു വിഷയത്തിനും അങ്ങനെ ഒരു സമവായം ഉണ്ടാക്കാൻ കഴിയില്ല. നേരത്തെ ശ്രീ അഭിലാഷി പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അതിന്റെ പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യണം. തീർച്ചയായിട്ടും ആൾക്കാരോട് സംസാരിക്കുകയും അത് ചലഞ്ച് ചെയ്യുകയും വേണം. ഞാൻ അടക്കമുള്ളവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും. ഈ വിഷയം വന്നപ്പോൾ ഞാൻ കോഴിക്കോട് MP രാഘവൻ സാറിനോട് അന്ന് തന്നെ സംസാരിച്ചിരുന്നു. രാഘവൻ സാർ ഉച്ചയോടുകൂടി അന്ന് പരാതിയും മറ്റും കൊടുത്തു. എല്ലാ പാർട്ടികളും അതിനെതിരെ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊരു എക്സ്ട്രീമാണ്, അൾട്രാ റൈറ്റ് ആണ്. ഈ അർബൻ നക്സലുകൾ ഉള്ളതുപോലെ തന്നെ അർബൻ നാസികളും ഉണ്ട്. നമുക്ക് അർബൻ നക്സലും വേണ്ട, അർബൻ നാസിയും വേണ്ട. ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരെയും ഡിസ്കറേജ് ചെയ്യാൻ നമ്മൾ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നുള്ളതാണ്. പിന്നീട് ഒരു കാര്യം കൂടി, സെഡീഷൻ നിലനിൽക്കുമെന്ന് ഉദ്ദേശമല്ല, പക്ഷേ സെഡീഷൻ പലപ്പോഴും ഇടുന്നത് ഒരു പോസ്റ്ററിങ്ങിന് വേണ്ടിയാണ്. അഭിലാഷി നിയമത്തിന്റെ ആ സത്യാവസ്ഥയിൽ നിന്ന് മാത്രം കരുതുന്നതുകൊണ്ടാണ്. ഞങ്ങളൊക്കെ ആക്ടിവിസ്റ്റുകൾ ആയതുകൊണ്ടും ഇനി രാഷ്ട്രീയക്കാരോടുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ സെഡീഷൻ ഒന്നും നിൽക്കാൻ പോണില്ല. നമുക്ക് സിദ്ദിഖാപ്പനെതിരെ സെഡീഷൻ ഇട്ടില്ലേ, നിൽക്കുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഇടുന്നത്. അപ്പൊ ഇടുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ലാർജർ പോയിന്റ് സമൂഹത്തിനോട് പറയുക, അത് സെഡീഷൻ ആണെന്ന് പറയുക. കോടതി വരുമ്പോൾ സെഡീഷൻ ഒന്നും നിൽക്കില്ല, വേജിംഗ് വാർ അഗൈൻസ്റ്റ് ഗവൺമെന്റ് നിൽക്കില്ല. സമയപരിമിതി കൊണ്ടാണ്. ഏതായാലും ഈ ചർച്ചയിൽ ഒറ്റ അഭിപ്രായമാണുള്ളത്. ഇങ്ങനെ ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരാൾക്ക് ഡീനായി സ്ഥാനക്കയറ്റം നൽകുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല. പക്ഷെ നടപടിയൊക്കെ കൃത്യമായി കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായോ ഇല്ലയോ എന്ന ചോദ്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ അറസ്റ്റ് നടത്താമായിരുന്നില്ലേ, അത് മാത്രമല്ല ഇനി ആഭ്യന്തര അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നിയമപരമായി ചലഞ്ച് ചെയ്യേണ്ടേ, അതാര് ചെയ്യും, കേരള പോലീസ് എന്ത് റോൾ എടുക്കും എന്നുള്ള ചോദ്യമൊക്കെയുണ്ട്. പ്രതിഷേധം കൊണ്ട് മാത്രം ഇത് അവസാനിക്കരുത് എന്നുള്ളൊരു അഭിപ്രായം എല്ലാവർക്കുമുണ്ട്. ഇത് ഒരു സംഖ്യവൽക്കരണമാണോ ഈ സ്ഥാനക്കയറ്റം എന്ന് ചോദിച്ചപ്പോൾ പ്രേക്ഷകരും 71% പ്രേക്ഷകരും അതെ എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമാകുകയാണ്. പ്രൈം ഡിബേറ്റ് വളരെയധികം നന്ദി. ഷാഫി ചാലിയം, ഷാബു പ്രസാദ്, രാഹുൽ ഈശ്വർ, MR അഭിലാഷ്, ഒപ്പം ശ്രീ ലിജീഷ് ഈ ചർച്ചയ്ക്ക് ചേർന്നു. നമസ്കാരം.